തുടർന്നുള്ള ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ചില നിമിഷങ്ങൾ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്നത് ഉചിതമായിരിക്കും. ഈ അന്തരീക്ഷം ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുന്നതാണ് എപ്പോഴും വചന ശുശ്രൂഷയ്ക്ക് അനുഗ്രഹപ്രദമായി തീരുന്നത്. ദൈവ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുന്നില്ല എങ്കിൽ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യേശു ഇന്നും നമ്മുടെ നടുവിൽ ഈ രാത്രികാലവും ഉയർത്തെഴുന്നേറ്റ് യേശു ഉണ്ട്. അവിടുന്ന് അർഹിക്കുന്ന സ്തുതി കൊടുക്കുവാൻ നമുക്കൊരു ബാധ്യതയുള്ളതിനാൽ എല്ലാവരും അധരം തുറന്ന് ചില നിമിഷങ്ങൾ അന്യഭാഷയിൽ സ്തുതിക്കുക. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടില്ലാത്തവർ ഹല്ലേലൂയ പറഞ്ഞ് യേശുവിനെ സ്തുതിക്കുക. സകല നാമത്തിലും മേലായ നാമം യേശുവിന്റെ നാമം. ഈ പ്രപഞ്ചത്തിലെ ഏക ദൈവം യേശു ക്രിസ്തു. ദൈവത്തിന്റെ പേര് യേശു ക്രിസ്തു. യേശുവാകുന്നു ദൈവം, യേശുവാകുന്നു ദൈവം. പരിശുദ്ധ ദൈവമേ, തുടർന്നുള്ള ശുശ്രൂഷകളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞങ്ങളെ അനുഗ്രഹിച്ചുവല്ലോ. ഈ 4ാമത്തെ സെഷനിൽ ഹൃദ്യമായി അങ്ങയുടെ ജനത്തോട് അങ്ങ് ഇടപെടുവാൻ മനസ്സ് കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആന്തരിക മുറിവുകളോടുകൂടെ ആരെങ്കിലും ഇവിടെ കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ അവരുടെ മുറിവുകളെ ഉണക്കുവാൻ വേണ്ടി യേശുവേ അങ്ങയുടെ ആണിപ്പഴുതുള്ള കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതകരം നീട്ടുവാൻ പോകുന്നതിനാൽ സ്തോത്രം. അങ്ങയുടെ ദിവ്യ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. 1 യോഹന്നാന്റെ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 8-9 വാക്യം ഞാൻ വായിക്കുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. എല്ലാവരും ചേർന്ന് പറയുക, ദൈവം സ്നേഹം തന്നെ. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ഒരിക്കൽ കൂടെ നമുക്ക് പറയാം, ദൈവം സ്നേഹം തന്നെ. ആന്തരിക മുറിവുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലഭിക്കാതെ പോയ സ്നേഹം. ലവ് നോട്ട് റിസീവ്ഡ്, ലവ് ഡെഫിസിറ്റ്. ഈ സ്നേഹം, എല്ലാവർക്കും അവകാശമാകുന്ന സ്നേഹം, പലരും ലഭിക്കാതെ പോകുന്ന സ്നേഹം മൂലം അവർക്ക് ആന്തരിക മുറിവുകൾ ഉണ്ടാകുന്നു. ലവ് ഡെഫിസിറ്റ്. ഈ ആന്തരിക സൗഖ്യ ശുശ്രൂഷ വേണമെങ്കിൽ ഡീപ് ലെവൽ ഹീലിംഗ് എന്ന് പേർ കൊടുത്ത് വിളിക്കുവാൻ കഴിയും. ഇന്നർ ഹീലിംഗ് എന്ന് പേർ കൊടുത്ത് വിളിക്കുവാൻ കഴിയും. മലയാളത്തിൽ നാം ആന്തരിക സൗഖ്യം, മനസ്സിന്റെ സൗഖ്യം എന്ന് പറയുന്നു. മനുഷ്യന്റെ ട്രൈക്കോട്ടോമി ആകുന്നുവല്ലോ. അവനൊരു സ്പിരിറ്റ് ഉണ്ട്, ഒരു മൈൻഡ് ഉണ്ട്, ഒരു ബോഡി ഉണ്ട്. മനുഷ്യന്റെ പൂർണ്ണ വ്യക്തിത്വത്തെ സൗഖ്യമാക്കുന്ന ശുശ്രൂഷയാണ് യേശുവിന്റെ ശുശ്രൂഷ. യേശു നമ്മെ രക്ഷിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ മാത്രമല്ല രക്ഷിക്കുന്നത്, നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തി നമ്മുടെ ശരീരത്തെയും സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മനസ്സിന്റെ രൂപാന്തരമാണ് ഒരു വ്യക്തിയെ ആത്മീകനാക്കുന്നത്. സ്പിരിച്വൽ രക്ഷിക്കപ്പെട്ടവർ തന്നെ 2 ഗണമാണ്, ആത്മീകരുമുണ്ട്, ജഡീകരുമുണ്ട്. ജഡീകർ അവരുടെ മനസ്സിന് രൂപാന്തരം വന്നിട്ടില്ല. അവർ ആത്മാവിൽ രക്ഷിക്കപ്പെട്ടവരാണ്. മനസ്സിന് അവർക്ക് രൂപാന്തരം സംഭവിക്കാത്തതിനാൽ അവർ ജഡീകരായി തീരുന്നു. എന്നാൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതോടുകൂടെ ഒരു വ്യക്തി ആത്മീകനായി തീരുന്നു. ഈ മനസ്സിന് വരുന്ന മുറിവുകളാണ് പലപ്പോഴും രൂപാന്തരത്തിന് തടസ്സമായി നിൽക്കുന്നത്. ആ തടസ്സങ്ങൾക്ക് കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഒന്നാമതായിട്ട് ലഭിക്കാതെ പോയ സ്നേഹം. ലവ് നോട്ട് റിസീവ്ഡ്. ലഭിക്കാതെ പോയ സ്നേഹം. ഒരു കുഞ്ഞ് ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ ആ കുഞ്ഞിന് അവകാശപ്പെട്ട സ്നേഹമുണ്ട്. അപ്പന്റെയും അമ്മയുടെയും സ്നേഹം അതിന് അവകാശപ്പെട്ട സ്നേഹമാണ്. വളർന്ന് സാമൂഹിക ജീവികളാകുന്നുവല്ലോ നാം ഓരോരുത്തരും. അവൻ സ്കൂളിൽ പോകുവാൻ തുടങ്ങുമ്പോൾ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ സഹപാഠികളുടെ സ്നേഹം അവൻ അവകാശപ്പെട്ട സ്നേഹമാണ്. അധ്യാപകരുടെ സ്നേഹം അവൻ അവകാശപ്പെട്ട സ്നേഹമാണ്. അവന്റെ ഭവനത്തിൽ തന്നെ അവന് സഹോദരി സഹോദരന്മാരുണ്ടെങ്കിൽ ആ സഹോദരി സഹോദരന്മാരുടെ സ്നേഹം അവൻ അവകാശപ്പെട്ട സ്നേഹമാണ്. വിവാഹം കഴിക്കുമ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ സ്നേഹവും ഭർത്താവിന് ഭാര്യയുടെ സ്നേഹവും അവകാശപ്പെട്ട സ്നേഹമാണ്. മക്കളായി കഴിഞ്ഞാൽ മക്കളുടെ സ്നേഹം പിതാവിന് മാതാവിന് അവകാശപ്പെട്ട സ്നേഹമാണ്. എന്തിനേറെ പറയുന്നു, കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന വല്യപ്പന് പോലും കൊച്ചുമക്കളുടെ സ്നേഹം ആവശ്യമാണ്. അടുത്തിരിക്കുന്ന ആളിന് കരം കൊടുത്ത് പറ, ജീവിക്കണേ, സ്നേഹം വേണമെന്ന് പറ. ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് സ്നേഹം ആവശ്യമാണ്. സ്നേഹം കൂടാതെ നമുക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. ജനിച്ചു വീഴുന്ന കുഞ്ഞ് അമ്മയുടെ ഉദരം മുതൽ തന്നെ കുഞ്ഞിന് റിസീവ് ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അമ്മയുടെ ഉദരം മുതൽ തന്നെ സ്നേഹം കുഞ്ഞ് റിസീവ് ചെയ്യുവാൻ തുടങ്ങുന്നു. കുഴിയിൽ വരെ പ്രായാധിക്യത്തിൽ എത്തിച്ചേരുന്ന മുത്തച്ഛൻ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുമ്പോൾ അവിടെ വരെ ആ വ്യക്തിക്ക് സ്നേഹം ആവശ്യമാണ്. ഞാൻ വിനയപുരസ്സരം പറയട്ടെ, നിങ്ങൾ എത്ര വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി മാൻ ആയാലും ആ സ്നേഹം കൂടാതെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുകയില്ല. എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് സ്നേഹം ലഭിക്കാതെ നിങ്ങളുടെ വ്യക്തി
വ്യക്തിത്വത്തിന് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുകയില്ല. അവകാശപ്പെട്ട സ്നേഹങ്ങൾ പലപ്പോഴും ലഭ്യമാകാതെ പോകുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അതിനാൽ തന്നെ ആ ശൂന്യതകൾ മനുഷ്യന്റെ മനസ്സുകളിൽ മുറിവുകൾ ഉണ്ടാക്കുന്നു. ഉദരം മുതൽ തന്നെ കുഞ്ഞിന് സ്നേഹം സ്വീകരിക്കുവാൻ കഴിയുമെന്ന് ഞാൻ തെളിവ് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 1:15 അത് വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പങ്കെടുത്തവരുടെ നടുവിൽ ഞാൻ അത് വിശദീകരിച്ചു പറഞ്ഞതാണ്. അവിടെ മുതൽ തന്നെ പലർക്കും സ്നേഹം ലഭിക്കാതെ പോകുന്നു. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടത്, സമൂഹത്തിൽ നമുക്ക് സ്നേഹം ആവശ്യമാണ്, അധ്യാപകരുടെ സ്നേഹം ആവശ്യമാണ്. ഇവിടെ എല്ലാം തളർത്തിയ വാക്കുകളുണ്ട്. അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ നോക്കി പറഞ്ഞു, എടാ കഴുതേ, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് ഗുണം വരികയില്ല. അത് തളർത്തുന്ന വാക്കുകളാ. അവൻ 40 വർഷം കഴിഞ്ഞാലും ഓർക്കും, 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ അധ്യാപകൻ അങ്ങനെ പറഞ്ഞുവല്ലോ. തളർത്തിയ വാക്കുകൾ, അപ്പൻ മക്കളെ നോക്കി പറയുന്ന തളർത്തിയ വാക്കുകൾ. സമൂഹത്തിൽ പല സന്ദർഭങ്ങളിലും ഉയർച്ചയുടെ സ്റ്റെപ്പുകൾ വെക്കുവാൻ തുടങ്ങിയപ്പോൾ സമൂഹത്തിൽ പലരും വിരൽ ചൂണ്ടി നിന്നെ നോക്കി പറഞ്ഞ തളർത്തിയ വാക്കുകൾ. ഇതെല്ലാം മുറിവുകളാണ്, സ്നേഹം ലഭിക്കാതെ പോകുന്ന നിമിഷങ്ങളാണ്. ഇത് ഏറ്റവും പ്രധാനമായി സമൂഹത്തിൽ പല ഇടങ്ങളിൽ നിന്ന് നമുക്ക് സ്നേഹം, അവകാശപ്പെട്ട സ്നേഹം ലഭിക്കേണ്ടിയുണ്ട്. എന്നാൽ ഞാൻ അതിനെ ജനറലൈസ് ചെയ്ത് അപ്പനമ്മമാരിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹം, ആ ഭാഗം മാത്രമേ പരാമർശിക്കുവാൻ നമുക്ക് ഈ സൗകര്യപ്പെട്ട സമയത്ത് ലഭ്യമാകുന്ന സമയത്തിനുള്ളിൽ അത് മാത്രമേ എനിക്ക് പൂർത്തീകരിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പനമ്മമാരിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കുഞ്ഞിന്റെ വ്യക്തിത്വത്തെ രൂപീകൃതമാക്കുന്ന, ആ വ്യക്തിത്വത്തിന് പൂർണ്ണ വളർച്ചയിലേക്ക് വരുവാൻ ഏറ്റവും സഹായകരമാകുന്ന ഒരു യൂണിറ്റാണ്, സമൂഹത്തിലെ ഒരു യൂണിറ്റാണ്, ഒരു സംഘടനയാണ് കുടുംബം എന്ന് പറയുന്നത്. ആ യൂണിറ്റിൽ ലഭിക്കേണ്ട സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പന്റെയും അമ്മയുടെയും സ്നേഹം, അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഞാൻ ഇന്ന് ഈ ഭാഗം വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ലഭിക്കേണ്ട അപ്പന്റെയും അമ്മയുടെയും സ്നേഹം പലർക്കും അങ്ങനെ ലഭിക്കാതെയും അതിൽ തന്നെ ഗുണമേന്മ കുറഞ്ഞ സ്നേഹം ലഭിച്ചവരും ഒക്കെ ആയാണ് വളർന്നു വരുന്നത്. ഒരു വ്യക്തി ഇടപെടുന്നത് കാണുമ്പോൾ, ആ വ്യക്തിയുടെ സംസാര രീതി കാണുമ്പോൾ, ആ വ്യക്തിയുമായിട്ട് കുറെ നാൾ സഹകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രീതികൾ കാണുമ്പോൾ അറിയാം ആ വ്യക്തി സ്നേഹം ലഭിച്ചു വളർന്ന വ്യക്തിയാണോ അല്ലയോ എന്ന്. യേശുവിൻ നാമത്തിൽ ഈ തകർന്ന ഈ ശൂന്യതകളെയെല്ലാം നമുക്ക് നിറയ്ക്കുവാൻ കഴിയുമെന്നുള്ള ഒരു വലിയ സന്ദേശം ഞാൻ ആദ്യം തന്നെ നിങ്ങളെ പറഞ്ഞു ഉറപ്പിക്കുകയാണ്. ആരുടെയൊക്കെ സ്നേഹം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾ അതിൽ അല്പം പോലും വ്യാകുലരാകേണ്ട കാര്യമില്ല. യേശുവിന്റെ സ്നേഹം സുലഭമായി ലഭിക്കുന്ന സ്നേഹമാണ്. എത്ര വലിയ ശൂന്യതയാണെങ്കിലും യേശുവിന്റെ സ്നേഹം അവിടേക്ക്, ആ ശൂന്യതയിലേക്ക് കടന്നു വരികയാണെങ്കിൽ നിറവ് വെളിപ്പെടും, ഓവർഫ്ലോ ചെയ്യുവാൻ തുടങ്ങും. നിങ്ങൾക്കറിയാമോ, സ്നേഹമെന്ന് പറയുന്നത് ഒരു വൈകാരിക സങ്കല്പമല്ല, ഒരു വൈകാരിക അല്ലെങ്കിൽ ഒരു തിയോളജിക്കൽ ഫിലോസഫിക്കൽ ടേമല്ല. സ്നേഹമെന്ന് പറയുന്നത്, ഈ ബൈബിൾ പറയുന്നത്, സ്നേഹം ഒരു വ്യക്തിയാണ്. അടുത്തിരിക്കുന്ന ആളിന് കരം കൊടുത്ത് പറ, സ്നേഹം ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേരെന്താണെന്നറിയാമോ? വളരെ ലളിതമാകുന്ന പേരാണ്, യേശു എന്നാണ് ആ പേര്. സ്നേഹം എന്ന വ്യക്തിയുടെ പേര് യേശു എന്നാണ്. നിങ്ങൾക്കറിയാമോ, തകർന്ന ബന്ധങ്ങളെയെല്ലാം യേശുവിനെ കൊണ്ട് പുനഃസൃഷ്ടിക്കുന്നവനാണ് ഒരു ദൈവ പൈതൽ. ശൂന്യതയുള്ള സ്നേഹത്തിന്റെ ഇടങ്ങളെല്ലാം യേശുവിനെ കൊണ്ട് നിറയ്ക്കും. അതിനാൽ കുറച്ച് ശൂന്യത അങ്ങ് കൂടിയാൽ എനിക്കൊരു ഗുണമുണ്ട്, അത്രയും എനിക്ക് യേശുവിനെ കൊണ്ട് അങ്ങ് നിറയ്ക്കാം. തകർച്ച നിനക്ക് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു, അത്രയധികം നിനക്ക് യേശുവിനെ അനുഭവിക്കാം. വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചവരുണ്ടല്ലോ, ഞങ്ങളെപ്പോലെ തകർന്നവരുടെ നടുവിൽ വലിയ കുഴപ്പമില്ലാതെ നീ ജീവിച്ചൊരു വ്യക്തിയാണെങ്കിൽ നിനക്ക് അത്രയും യേശുവിനെ രുചിച്ചറിയുവാൻ കഴിയത്തില്ല. എന്നാൽ തകർന്ന് തരിപ്പണമായവർക്കും ശൂന്യത ഒരുപാട് അനുഭവിച്ചവർക്കും യേശുവിനെ ഒത്തിരി രുചിച്ചറിയുവാൻ കഴിയും. കരമടിച്ച ദൈവത്തെ ഒന്ന് സ്തുതിക്കുന്നത് ഉചിതമാണ്. അപ്പന്റെയും അമ്മയുടെയും സ്നേഹം ലഭിക്കാതെ വരുന്ന ആ 3-4 പ്രത്യേക സന്ദർഭങ്ങൾ ഞാൻ പറയുവാൻ പോകുന്നു. ലവ് ഡെഫിസിറ്റ് സിൻഡ്രം എമംഗ് ദ ചിൽഡ്രൻ ഹൂസ് പേരൻസ് ആർ ആബ്സെന്റ്. ഭവനത്തിൽ നിന്ന് അപ്പനോ അമ്മയോ ആബ്സെന്റ് ആയിരിക്കുന്നു. അപ്പൻ ചിലപ്പോൾ ഗൾഫിലായിരിക്കും, അമ്മ ചിലപ്പോൾ നേഴ്സായിട്ട് സൗദി അറേബ്യയിലായിരിക്കും. അതിനാൽ പേരൻസ് രണ്ടുപേരുമോ അല്ലെങ്കിൽ അതിലൊരാളോ ആബ്സെന്റ് ആയിരിക്കുന്ന ഒരു സന്ദർഭം എഴുതാം. ലവ് ഡെഫിസിറ്റ് സിൻഡ്രം ഇത്രയും മാത്രം എഴുതിയാൽ മതി. പേരൻസ്, ചിൽഡ്രൻ ഹൂസ് parents are absent. അപ്പനോ അമ്മയോ ഇല്ലാത്ത സാഹചര്യത്തിൽ വളർന്നു വരുന്നവർ. ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. ആ ഉദാഹരണങ്ങൾ പറയുമ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. 40-50 വർഷങ്ങൾക്ക് മുന്നേ, ഇന്ന് അദ്ദേഹത്തിന് 19 വയസ്സുണ്ട്. അദ്ദേഹത്തെ ഒരിക്കൽ എൻ്റെ ഒരു ബഹുമാന്യ
സുഹൃത്താണ് അദ്ദേഹത്തെ. ഞാൻ കണ്ടുപിടി ഒരു വിദേശ രാജ്യത്താണ്. 50 വർഷങ്ങൾക്ക് മുന്നമേ, 45 വർഷം, ഏകദേശം 45 വർഷങ്ങൾക്ക് മുന്നമേ തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കോളേജ് ഒരു സ്കൂൾ ഹോസ്റ്റലിൽ, തിരുവല്ലയിലുള്ള ഒരു സ്കൂൾ ഹോസ്റ്റലിൽ വിടുവാൻ അപ്പനും അമ്മയും തീരുമാനിച്ചു. അന്ന് അപ്പനും അമ്മയും രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതിനാൽ അന്നത്തെ കാലത്ത് 45 വർഷം മുൻപ് ഹോസ്റ്റലിലേക്ക് വിടുക നാം കേട്ടിട്ടില്ലാത്ത കാര്യമാണ്. ഈ കുഞ്ഞിനെ ഹോസ്റ്റലിൽ വിടുവാൻ തീരുമാനമെടുത്തു. കുഞ്ഞിനോട് വല്യപ്പച്ചനോട് പറഞ്ഞു കൊണ്ടുപോയി ഹോസ്റ്റലിൽ വിടുവാൻ പറഞ്ഞു. വല്യപ്പച്ചൻ പറഞ്ഞു, മോനെ ഇന്നു മുതൽ നീ ഹോസ്റ്റലിലാണ്. അവൻ കിറ്റ്കാറ്റ് പോലോ കാഡ്ബറീസ് പോലോ മറ്റൊരു മുട്ടായി ആയിരിക്കും ഹോസ്റ്റൽ എന്ന് വിചാരിച്ചു. പെട്ടിയൊക്കെ എടുത്ത് അപ്പന്റെ കൂടെ വലിയ സന്തോഷത്തോടെ ഹോസ്റ്റലിൽ പോവുകയാണ്. അപ്പനും അമ്മയും ജോലിയും അവരുടെ ആ ജീവിതചര്യയിൽ വളരെയധികം അവർ ബിസിയാകുന്നതിനാൽ കുഞ്ഞിനെ നോക്കുവാൻ അവർക്ക് സമയമില്ല. അങ്ങനെ ഹോസ്റ്റലിൽ എത്തിയ വല്യപ്പച്ചൻ പറഞ്ഞു, മോൻ ഇന്നു മുതൽ ഇവിടെയാണ്. അപ്പച്ചൻ പോവുകയാണ്. അപ്പച്ചൻ പോകാൻ ഇറങ്ങിയപ്പോൾ ഇവനൊന്നും മനസ്സിലായില്ല. ഇവനും കൂടെ ഇറങ്ങി. ഞാനും വരിക അപ്പച്ച. അപ്പച്ചന് മനസ്സിലായി ഇവന് കാര്യം മനസ്സിലാകുന്നില്ല. അവസാനം ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിട്ടും അവൻ അവിടെ തുടരുന്നില്ല. അപ്പച്ചൻ അവനോട് പറഞ്ഞു, മോനെ നിനക്ക് ഈ ബാറ്ററി ഇട്ട് ഓടുന്ന ബസ് വലിയ ഇഷ്ടമല്ലേ? അപ്പച്ചൻ പോയിട്ട് ചന്തയിൽ പോയിട്ട് ബാറ്ററി ഇട്ട് ഓടുന്നൊരു ബസ് മേടിച്ചോണ്ട് വരാം, അതുവരെ നീ ഇവിടെ ഇരുന്നു. ഒരു കള്ളം പറഞ്ഞിട്ട് വല്യപ്പച്ചൻ ഇറങ്ങിപ്പോയി. കുഞ്ഞിങ്ങനെ കാത്തിരിക്കുകയാണ്. വല്യപ്പച്ചൻ ബാറ്ററി ഇട്ട ബസ്സുമായിട്ട് വരും. മടങ്ങി വരുന്ന അപ്പച്ചനെ നോക്കിയിരിക്കുകയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞു. ആ ഹോസ്റ്റലിലെ അപരിചിതനാകുന്ന വാർഡൻ വന്നു, കുഞ്ഞെ പാല് കുടിക്ക്, ചോറ് കഴിക്ക്. അവൻ പറഞ്ഞു, ഇല്ലില്ല അപ്പച്ചൻ പോയിരിക്കുകയാണ്. ബസ്സുമായിട്ട് അപ്പച്ചൻ വരുമ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകും. മണിക്കൂറുകൾ കഴിഞ്ഞു. സന്ധ്യയായി. കാണാത്ത അപ്പച്ചൻ, പരിചയമില്ലാത്തൊരു വീട്, പരിചയമില്ലാത്ത ചില മനുഷ്യർ, ബസ്സുമായിട്ട് മടങ്ങി വരുന്ന അപ്പച്ചനെ കാണാനില്ല. 45 വർഷം കഴിഞ്ഞിട്ടും ആ മുറിവ് ആ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഉണങ്ങിയിട്ടില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ വല്യപ്പച്ചന് ഇങ്ങനെ കഫമുള്ളൊരു ചുമയുണ്ടായിരുന്നു. ഞാൻ ആ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും ചുമയ്ക്കുമ്പോൾ ഓടിപ്പോയി നോക്കും. അപ്പച്ചൻ എന്നെ തിരിച്ചു വിളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പച്ചനല്ല, ഹോസ്റ്റലിൽ വളർന്ന ആ കുഞ്ഞിന്റെ ദുഃഖം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ വല്യപ്പച്ചൻ ആന്തരിക സൗഖ്യം അറിയത്തില്ല, നിങ്ങളുടെ അപ്പൻ ആന്തരിക സൗഖ്യം അറിയത്തില്ല, നിങ്ങളുടെ അമ്മയ്ക്ക് ആന്തരിക സൗഖ്യം അറിയത്തില്ല. ഈ ശൂന്യതകളുമായി നിങ്ങൾ 45 വർഷം ജീവിച്ചു. നിങ്ങളുടെ ഗുണമേന്മയെ അതൊരു തടസ്സമായി, നിങ്ങളുടെ ഗുണമേന്മയുടെ മുൻപിൽ അതൊരു തടസ്സമായി തീർന്നു. ജീവിതത്തിന്റെ ക്വാളിറ്റിയുടെ മുൻപിൽ ഒരു തടസ്സമായി നിന്നു. ഇനിയെങ്കിലും ആ അബദ്ധം പറ്റരുത്. അപ്പനോട് ക്ഷമിക്ക്, വല്യപ്പച്ചനോട് ക്ഷമിക്ക്, അമ്മയോട് ക്ഷമിക്ക്. ആ ശൂന്യതയിലേക്ക് യേശുവിനെ സ്വാഗതം ചെയ്യ്. യേശുവിന്റെ സ്നേഹം വരികയാണെങ്കിൽ അന്ന് നിനക്ക് ലഭിക്കാതെ പോയ ആ സ്നേഹം, സ്കൂളിൽ വെച്ച് ലഭിക്കാതെ പോയ സ്നേഹം, കരമടിച്ചെല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. അങ്ങനെ 10,000-ങ്ങളുള്ളൊരു സമൂഹത്തിലാണ് നാം ഇന്ന് വളരുന്നത്. ചില കുഞ്ഞുങ്ങളെ ഞാൻ കാണുമ്പോൾ എൻ്റെ കണ്ണ് നനയും. അവർ പറയും, അപ്പനും അമ്മയും സൗദി അറേബ്യയിലാണ്, ഞാൻ ഇവിടെ തിരുവല്ലയിൽ ഹോസ്റ്റലിലാണ്. എന്ന് മുതലാടാ മോനെ നീ ഹോസ്റ്റലിലായത്? അത് നഴ്സറി മുതൽ ഞാൻ ഹോസ്റ്റലിലാണ്. അവന്റെ ഹൃദയത്തിലുള്ള ശൂന്യതയുടെ അളവ് ഏതാണ്ട് ഒരു ചെറിയ ബോധം എനിക്കുള്ളതിനാൽ എൻ്റെ ഹൃദയം പൊട്ടും. അത് ഈ സമൂഹത്തിന് പറ്റിയിരിക്കുന്ന ഒരു ശാപമാണ്. ഇതൊരു ദരിദ്ര രാഷ്ട്രമാണ്. ഇവിടെ നമുക്ക് ലഭ്യമാകുന്ന ജോലികൾ നമ്മുടെ ജീവിത സമൃദ്ധിക്ക് അത് ഉപകാരപ്രദമാകുന്നത് അല്ലാത്തതിനാൽ പലർക്കും വിദേശത്ത് പോകേണ്ടതായിട്ട് വരുന്നു. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, പിതാവിനെയോ അമ്മയോ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇത് സമൂഹത്തിന്റെ ഒരു ഓർഡറാണ്. പക്ഷേ അതുമൂലം വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ തകർന്ന കുഞ്ഞുങ്ങളാ. അവരെ സൗഖ്യമാക്കുവാൻ വേണ്ടി അഭിഷക്തന്മാരങ്ങ് തയ്യാറായാൽ മതി. ഈ വചനങ്ങൾ സ്വീകരിച്ചതിന് ശേഷം നിനക്കൊരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആമേൻ. ഈ സമൂഹത്തെ സൗഖ്യമാക്കുവാൻ വേണ്ടി ഈ സമൂഹത്തിൽ ലഭ്യമാകുന്ന വൈദ്യശാസ്ത്രത്തിനോ സൈക്കാട്രിക്കോ ഒന്നും കഴിയുകയില്ല. യേശു ഉള്ളവന് മാത്രമേ ഈ സമൂഹത്തെ സൗഖ്യമാക്കുവാൻ കഴിയത്തുള്ളൂ. എന്താ വെറുതെ ഇരിക്കുന്നത്? കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. ഞാൻ പത്തനംതിട്ടയിൽ ഇത് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു മുന്നിൽ നിന്ന് എനിക്ക് പരിചയമുള്ള ദേവദാസൻ, അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു. യോഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദർ നിങ്ങൾ പറഞ്ഞത് എന്നോടാണ്. എൻ്റെ അനുഭവത്തിനൊരു ചെറിയ വ്യത്യാസമുണ്ട്. ആ ദൈവദാസനെയും ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടതാണ്. താൻ റിയാക്ട് ചെയ്തത് വേറൊരു നിലയിലാണ്, തൻ്റെ അപ്പൻ റിയാക്ട് ചെയ്തത് വേറൊരു നിലയിലാണ്. ആ അപ്പം മുട്ടായി മേടിച്ചു തരാം, ബസ് മേടിച്ചു തരാം ഒന്നും പറഞ്ഞില്ല. ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് പുറകിലത്തെ വാതിൽ കൂടെ ഇറങ്ങി ഓടിക്കളഞ്ഞ അപ്പൻ. ചെറുക്കം കണ്ടില്ല. അപ്പൊ കുഞ്ഞ് നോക്കിയപ്പോൾ
നോക്കിയപ്പോൾ അപ്പനെ കാണുന്നില്ല. ആ കുഞ്ഞ് അവിടെ ആ മുറിയിൽ പോയി നോക്കുന്നു, പപ്പാ. ഇവിടെ വേറെ മുറിയിൽ നോക്കുന്നു, പപ്പാ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ബാത്റൂമിന്റെ കതക് ചവിട്ടി പൊളിക്കുന്നു. അവൻ വയലന്റായി. വയലന്റായപ്പോൾ അവന്റെ ആ ഹോസ്റ്റലിന്റെ വാർഡൻ വന്നിട്ട് 5 വയസ്സുള്ള കുഞ്ഞിനെ ആ 2 കൈക്കും വാർഡനിങ്ങി പിടിച്ചു. നിങ്ങൾ ചിന്തിക്കുക, അപരിചിതനാകുന്ന ഒരു മനുഷ്യൻ അപ്പനിറങ്ങി ഓടിപ്പോയപ്പോൾ സ്വന്തം അപ്പനെ കാണാൻ വയ്യാതെ പപ്പാ എന്ന് പറഞ്ഞ് ഗ്ലാസിനും ജനലിനുമൊക്കെ ഇടിച്ചു തൊഴിച്ച് ഓടുന്ന കുഞ്ഞിനെ ഒരു പരിചയമില്ലാത്തൊരു മനുഷ്യൻ ഒരു കൈ കൊണ്ട് 2 കൈക്കും പിടിച്ച് എടാ മിണ്ടാതിരിയടാ എന്ന് പറയുമ്പോൾ അവന്റെ കൈകളിലല്ല ക്ഷതമുണ്ടാകുന്നത്. നീണ്ട വർഷങ്ങൾ അവൻ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു മുറിവ് വഹിച്ചുകൊണ്ട് നടക്കുകയാണ്. അത്ഭുതം. ആ ദൈവദാസൻ ആ വചന ശുശ്രൂഷയിൽ അത്ഭുതകരമാകുന്ന വിടുതൽ ലഭിച്ചു. ഇന്നും രാത്രിയിൽ ഇതിന്റെ നടുവിൽ ഒറ്റപ്പെട്ട നിലകളിൽ അപ്പനും അമ്മയുടെയും സാന്നിധ്യമില്ലാതെ വളർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്നോട് ആ ദൈവാത്മാവ് പറയുന്നത് നിനക്കൊരു സൗഖ്യം ആവശ്യമാണ്. അവിടുവിടങ്ങളിൽ ശൂന്യതകളുണ്ട്. ആ ശൂന്യത നിന്റെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നു, നിന്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു. നീ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടപെടുന്നത്? നിനക്ക് സ്നേഹം മറ്റു പലരിൽ നിന്നും ലഭിക്കുമ്പോൾ തികഞ്ഞു പോരാ, തികഞ്ഞു പറ്റുന്നില്ല, കൂടുതൽ വേണമെന്ന് നീ ആഗ്രഹിക്കുന്നു. അവരിൽ നിന്ന് ആരും നിനക്ക് ഈ സ്നേഹം പ്രതീക്ഷിക്കുവാൻ കഴിയില്ല. ഒറ്റ വ്യക്തിയിൽ നിന്ന് നിനക്ക് ലഭിക്കുകയുള്ളൂ. ലഭിക്കാതെ പോയ അപ്പന്റെയും അമ്മയുടെയും സ്നേഹം ലഭിക്കുന്ന ഒരേ ഒരു ഇടമെന്ന് പറയുന്നത് യേശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കോ. യേശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കോ. യേശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കോ. സുലഭമായി അവിടുന്ന് നിന്റെ മേൽ ഈ സ്നേഹം പകരുവാൻ വിശ്വസ്തനാകുന്നു. യേശുവിനെ നൽകുന്നതിലൂടെ ദൈവം പ്രദർശിപ്പിച്ചത് അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു എന്നാണ്. ആ സ്നേഹം അളവറ്റ സ്നേഹം, അത് അളന്ന് തീർക്കുവാൻ കഴിയാത്ത വലിയ സ്നേഹമാണ്. ഞാൻ അഹമ്മദ് നഗർ മഹാരാഷ്ട്രയിൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി പോയി. ആ പാസ്റ്ററുടെ വീട്ടിൽ ഞാനായിരിക്കുമ്പോൾ ഒരു മോൻ അവിടെ നിൽക്കുന്നു. അവധിക്കാലമാണ്. ഞാൻ ചോദിച്ചു, നീ എന്നെ അവിടെ നിൽക്കുന്നത്? അതെനിക്ക് അവധിയാണ്. നിന്റെ വീട് എവിടാണ്? അവൻ പറഞ്ഞു, ഇലവന്തിട്ടയാണ് എൻ്റെ വീട്. എങ്ങനെയാണ് നീ ഇവിടെ വന്നത്? ഞാനിങ്ങനെ പല ഹോസ്റ്റലുകളിലായിരുന്നു. കേരളത്തിലൊരു ഹോസ്റ്റലിലായിരുന്നു. അവിടെ ഞാൻ വേണ്ടവണ്ണം ജയിച്ചില്ല. അതുകൊണ്ട് എന്നെ പൂനെയിലൊരു ഹോസ്റ്റലിലാക്കി. അവിടെയും നോക്കാൻ ആളില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പാസ്റ്റർക്ക് എൻ്റെ അപ്പനും അമ്മയും അവർ രണ്ടുപേരും സൗദി അറേബ്യയിലാണ്. അതിനാൽ ഈ പാസ്റ്റർക്ക് കുറച്ച് പൈസ ഇടയ്ക്കിടയ്ക്ക് അയച്ചു കൊടുക്കും. അതിനാൽ ഈ പാസ്റ്റർ എൻ്റെ ലോക്കൽ ഗാർഡിയനായിട്ട് ഞാനിപ്പോൾ അഹമ്മദ് നഗറിലായിരിക്കുകയാണ്. സാധാരണ ഒരു മനുഷ്യനും കേട്ടിട്ടുള്ളൊരു പേര് പോലുമല്ല ഈ അഹമ്മദ് നഗർ എന്ന് പറയുന്ന സ്ഥലം. ഞാൻ അവനോട് ചോദിച്ചു, മോനെ നിന്റെ എത്രാമത്തെ വയസ്സ് മുതലാണ് നീ അപ്പനെയും അമ്മയും വിട്ടു ജീവിക്കുന്നത്? അത് അവൻ എന്നോട് പറഞ്ഞു, ഞാൻ ജനിച്ചതിന് ശേഷം 3-ാമത്തെ മാസം തന്നെ അമ്മ എന്നെ വല്യമ്മയുടെ കയ്യിൽ കൊടുത്തു. വല്യമ്മയാണ് എന്നെ വളർത്തിയത്. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് അവധിക്ക് അപ്പനും അമ്മയും വരുമായിരുന്നു. അവരൊരു വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഭവനമാണ്. അവർക്കൊരു ചെറിയ ജോലി ഗൾഫിലുള്ള സൗദി അറേബ്യയിലുണ്ടെന്ന് നഷ്ടമാക്കുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. 3-ാം മാസം ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞിനെ കൊണ്ടുവന്ന് വല്യമ്മയുടെ കയ്യിൽ കൊടുത്തു. ഓർത്തുകൊള്ളുക, എല്ലാ റിലേഷൻഷിപ്പിലും അതോറിറ്റി ഫിഗേഴ്സ് ഉണ്ട്. അപ്പൻ ഒരു അതോറിറ്റി ഫിഗറാണ്, അമ്മ ഒരു അതോറിറ്റി ഫിഗറാണ്. അമ്മയുടെ സ്നേഹം ഒരിക്കലും വല്യമ്മയ്ക്ക് കൊടുക്കുവാൻ കഴിയത്തില്ല. എൻ്റെ മകളുമായുള്ള ബന്ധത്തിൽ ഞാൻ അവളുടെ അപ്പനാണ്. എൻ്റെ വല്യപ്പന് അപ്പന്റെ സ്നേഹം ഒരിക്കലും കൊടുക്കുവാൻ കഴിയുകയില്ല. 3-ാം മാസം മുതൽ തന്നെ ഈ വല്യമ്മ ഇവനെ വളർത്തി. അതിനുശേഷം നഴ്സറി മുതൽ ഹോസ്റ്റലുകളിലായിരുന്നു. കറങ്ങിയാണ് ഇവനിപ്പോൾ അഹമ്മദ് നഗറിൽ വന്നിരിക്കുന്നത്. 8-ാം ക്ലാസ്സിലാണ്. 17 വയസ്സുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി അനേക ക്ലാസ്സുകൾ അവന് മിസ് ചെയ്തിട്ടുണ്ട്. ആ പൈതലിനോട് എനിക്ക് ഈ കാര്യങ്ങൾ അറിയുവാനൊരു താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചു, മോനെ നിന്റെ അപ്പനും അമ്മയും നാട്ടിൽ വന്ന് നിന്റെ കൂടെ പാർത്തിട്ടുണ്ടല്ലോ? ഉടനടി അവൻ പറഞ്ഞു, അപ്പനും അമ്മയും ഒന്നിച്ചൊരിക്കലും വന്നിട്ടില്ല. കാരണം അവർ അവധി അഡ്ജസ്റ്റ് ചെയ്താണ് വരുന്നത്. അമ്മ വരികയാണെങ്കിൽ അപ്പൻ വരികയില്ല, അപ്പൻ വരികയാണെങ്കിൽ അമ്മ വരികയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിന്റെ അപ്പനോടും അമ്മയോടും കൂടെ ഒരുമിച്ച് നീ 17 വർഷമായിട്ടും ജീവിച്ചിട്ടില്ലേ? ഇല്ല. അമ്മയോടുകൂടെ 2 മാസം, അപ്പനോടുകൂടെ മറ്റൊരു പ്രാവശ്യം 2 മാസം. അങ്ങനെ ഞാൻ പറഞ്ഞു, എത്ര മാസം മൊത്തം ഈ 17 വർഷത്തിനുള്ളിൽ അപ്പന്റെയും അമ്മയുടെയും കൂടെ ജീവിച്ചിട്ടുണ്ട്? കണക്ക് കൂട്ടി, ശ്രദ്ധയോടുകൂടെ കണക്ക് കൂട്ടി. ചിലപ്പോൾ ഓർമ്മ പിശക് കൊണ്ട് ചിലപ്പോൾ ചില മാസങ്ങൾ വിട്ടുപോയെന്നിരിക്കാം. ഒടുവിൽ അവനോട് പറഞ്ഞു, മൊത്തം ഈ 17 വർഷം 14 മാസമാണ് ഞാൻ എൻ്റെ അപ്പന്റെയും അമ്മയുടെയും കൂടെ ജീവിച്ചത്. നോക്കുക, ഈ ശൂന്യതകളെ നികത്തുവാൻ ആർക്ക് കഴിയും? ഞാൻ അവിടുന്ന് യാത്ര പറഞ്ഞു പോരുന്ന സമയത്ത് ഞാൻ അവനെ ചുംബിച്ചു. ആ ചുംബനത്തിൽ എനിക്ക് മനസ്സിലായി, ഞാനൊന്ന് ഞെരുക്കി അവനെ ശരീരത്തെ അടുപ്പിച്ചൊന്നും ചുംബിച്ചു കഴിഞ്ഞപ്പോൾ അവനും എന്നെ ഒന്ന് പിടിച്ചു. എനിക്ക് മനസ്സിലായി, ഇതുപോലെ ഒരു സ്പർശനം ലഭിക്കുവാൻ ഇവൻ എത്ര പ്രാവശ്യം കൊതിച്ചു കാണും. അവിടെ എൻ്റെ തോളിലേക്ക് തല ചായ്ച്ച് അവൻ കരയുവാനിടയായി. ഞാനിവിടെ ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ നോക്കി പറയട്ടെ, നിങ്ങൾക്ക് കരയാനൊരു തോളുണ്ടെന്നുണ്ടെങ്കിൽ ഭാഗ്യമുള്ളവരാ നിങ്ങൾ കേട്ടോ.
ഈ തലമുറയിൽ, ഈ സമൂഹത്തിൽ അനേകർക്ക് കരയുവാൻ, ഹൃദയപൂർവ്വം കരയുവാൻ ഒരു തോളില്ലാത്ത ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. നിങ്ങൾ പ്രിയപ്പെട്ടവർ, നിങ്ങൾ വളർന്നു വന്നപ്പോൾ അപ്പന്റെയും അമ്മയുടെയും തോളിൽ കയറി എനിക്ക് മുട്ടായി കിട്ടിയില്ല എന്നെങ്കിലും പറഞ്ഞ് അപ്പന്റെ തോളിൽ കിടന്ന് വിങ്ങി വിങ്ങി കരയുവാൻ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ 1000 സ്തോത്രം കർത്താവിന് കൊടുക്കണം. അത് ലഭിക്കാത്ത 10,000 കോടികളുള്ള ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. പ്രത്യേകിച്ചും ഗൾഫിലെ ജോലിയുള്ളവർ. എൻ്റെ ഒരു ബന്ധു സഹോദരിയുടെ ആ മകൾ 3-ാം മാസം ജനിച്ചതിന് ശേഷം അവളും സൗദി അറേബ്യയിലേക്ക് പോയി നേഴ്സായിട്ട് ഇടയ്ക്കിടയ്ക്ക് അവൾ അവധിയിൽ വരുമായിരുന്നു. അവൾ തന്നെ പറയുമായിരുന്നു, ഞാൻ ചിലപ്പോൾ അവധിക്ക് വരുന്നുടനെ എൻ്റെ മോൻ എന്നെ വിളിക്കുന്നത് ആന്റി ആന്റി. വല്യമ്മയാണ് മമ്മി എന്ന് വിളിക്കുന്നത്, അമ്മയെ വിളിക്കുന്നത് ആന്റി. ഞാൻ കറുത്ത ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പോൾ അവൻ എന്നെ കാണുന്നത് ഭൂതത്തെ കാണുന്നത് പോലെ. അത്രമാത്രം ശൂന്യതകൾ സൃഷ്ടിക്കുന്ന ഒരു മണ്ഡലമാണ് അപ്പനമ്മമാരുടെ ആബ്സൻസ്. മക്കളെ വളർത്തുന്നതിൽ എന്തോ കാരണം കൊണ്ട് അപ്പനോ അമ്മയോ ഭവനത്തിൽ ഇല്ലാതെ വരുന്നു, കുഞ്ഞുങ്ങളുടെ അരികിലില്ലാതെ വരുന്നു. ആ ശൂന്യതകളെ നികത്തുവാൻ യേശു ക്രിസ്തു ആഗ്രഹിക്കുകയാണ്. രണ്ടാമതായിട്ട്, അപ്പന്റെയും അമ്മയുടെയും ആബ്സൻസ് മൂലം ശൂന്യതകൾ, ലവ് ഡെഫിസിറ്റ് ഉണ്ടാകും. രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് അപ്പന്റെയും അമ്മയുടെയും പേരൻസ് വിത്ത് ഫാമിലി പ്രോബ്ലംസ്, കുടുംബ പ്രശ്നങ്ങൾ മൂലമുള്ള പേരൻസ് വിത്ത് ഫാമിലി പ്രോബ്ലംസ്. കുടുംബത്തിന്റെ അകത്ത് പ്രശ്നങ്ങളുടെ നടുവിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ സ്നേഹം ലഭിക്കാതെ ആ ശൂന്യത അനുഭവിക്കുന്നവരായിരിക്കും. ഇപ്പോൾ ഫാമിലി കോർട്ടുകളിൽ നോക്കിയാൽ മതി, എത്ര ഡൈവോഴ്സ് കേസുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഡൈവോഴ്സ് ഇല്ലെങ്കിൽ പോലും കുടുംബ പ്രശ്നത്തിലൂടെ വളർന്നു വരുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പനും അമ്മയും തമ്മിൽ എന്നും നിരന്തരമായി വഴക്ക്. അപ്പൻ മദ്യപാനിയാകുന്ന അപ്പൻ ഭവനത്തിലേക്ക് വരുന്നു. ആ സാഹചര്യത്തിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, വഴക്കുണ്ടാകുന്ന കുടുംബത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ അവർ സ്നേഹം ലഭിക്കാതെ വളരുന്നവരാണ്. അവരിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത്. സുരക്ഷിതത്വ ബോധമില്ല. നിങ്ങൾക്കറിയാമോ, ഒരു കുഞ്ഞ് വളർന്നു വരുന്ന സന്ദർഭത്തിൽ ആ കുഞ്ഞിന് യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാകും? ഒന്നും മനസ്സിലാകത്തില്ല. ദൈവം ഉണ്ട് എന്തോ മനസ്സിലാകും? ഒന്നും മനസ്സിലാകത്തില്ല. ആ കുഞ്ഞിന്റെ യേശുവും ദൈവവും ഒക്കെ അതിന്റെ 1-ാം വയസ്സിൽ, 2-ാം വയസ്സിൽ, 3-ാം വയസ്സിൽ അതിന്റെ ദൈവവും യേശുവും എല്ലാം അതിന്റെ അപ്പനും അമ്മയുമാണ്. അവരിൽ നിന്നാണ് അതിന് സുരക്ഷിതത്വം ലഭിക്കുന്നത്. ആ സുരക്ഷിതത്വ ബോധം അതിൽ ഉളവാകുന്നത് അപ്പന്റെയും അമ്മയുടെയും ഐക്യതയിൽ നിന്നാണ്. പരസ്യമായി കുഞ്ഞുങ്ങൾക്കാണ് അപ്പനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കുന്ന ഒരു കുടുംബമാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഭർത്താക്കന്മാർ ശബ്ദമുയർത്തി വഴക്കുണ്ടാക്കുമ്പോൾ കുഞ്ഞ് കണ്ണുമിടിച്ചു നോക്കുന്നത്? ആ കുഞ്ഞിന്റെ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു. ഇൻസെക്യൂരിറ്റിയോടുകൂടി ആയിരിക്കും ആ കുഞ്ഞ് വളർന്നു വരുന്നത്. വിഷാദ രോഗം ആ കുഞ്ഞിനെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. ഞാൻ ഫാമിലി കോൺഫറൻസുകളിൽ സംസാരിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരോട് പറയും, കുഞ്ഞുങ്ങൾ കാണുക വഴക്കുണ്ടാക്കരുത്. നിങ്ങൾക്ക് വഴക്കുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മുറിക്കകത്ത് കയറിയിട്ട് ലോക്ക് ചെയ്തതിന് കുഞ്ഞുങ്ങൾക്കപ്പുറത്ത് എന്തെങ്കിലും ഒരു കളിപ്പാട്ടമെല്ലാം കൊടുത്ത് അപ്പുറത്ത് മാറ്റിയിരുത്തിയിട്ട് നിങ്ങൾ രണ്ടുപേരും അകത്ത് കയറിയിട്ട് നല്ലതുപോലെ വഴക്കുണ്ടാക്കിയിട്ട് പുറത്ത് ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരണം. അടിയെല്ലാം തീർന്നതിന് ശേഷം ഇങ്ങനെ ഇറങ്ങുക. അങ്ങനെയെങ്കിലും നിന്റെ കുഞ്ഞിനെ സംരക്ഷിക്ക്. അതിന്റെ വ്യക്തിത്വത്തിന് നീ കേടുവരുത്തരുത്. ആ കുടുംബത്തിന്റെ ഉള്ളിൽ പ്രശ്നങ്ങളോടുകൂടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ അവർ ശൂന്യത അനുഭവിക്കുന്നവരാണ്. മസ്കറ്റിൽ വെച്ച് ഞാനൊരു സഹോദരനെ കണ്ടുമുട്ടി. താൻ എന്നോട് പറഞ്ഞു, എനിക്ക് സമൂഹത്തിന്റെ നടുവിൽ വരുവാൻ ഭയമാണ്, ആൾക്കൂട്ടത്തെ കാണുമ്പോൾ എനിക്ക് ഭയമാണ്, ആളുകളുടെ മുൻപിൽ നിന്നും കണ്ണോട് കണ്ണും നോക്കി എനിക്ക് സംസാരിക്കുവാൻ കഴിയില്ല. ഐ കോൺടാക്ട്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വ്യക്തി മനസ്സിൽ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അവൻ ഐ കോൺടാക്ട്, വേറൊരാളുമായി ഐ കോൺടാക്ട് നടത്തുവാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മനസ്സിലൊരു വ്യക്തി സ്ട്രോങ് അല്ലെന്നുണ്ടെങ്കിൽ ഐ കോൺടാക്ട് ഇല്ലാതായിരിക്കും ആ വ്യക്തി സംസാരിക്കുക പോലും ചെയ്യുന്നത്. അടുത്തിരിക്കുന്ന ആളുടെ കണ്ണിലൊന്ന് നോക്കിയേ, അന്യോന്യം ഒന്ന് നോക്കിയേ, രണ്ടുപേരുടെയും കണ്ണിലൊന്ന് നോക്കുക. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ ഈ ധൈര്യം വെളിപ്പെടുവാൻ ഇടവരട്ടെ. നമ്മുടെ യേശുവിന്റെ കണ്ണ് എങ്ങനെയുള്ള കണ്ണാണെന്നറിയാമോ? അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളാണ്. നോക്കണം. ചിലരെയൊക്കെ അങ്ങ് നോക്കണം. ആമേൻ. രക്ഷിക്കപ്പെടാത്തവനെയൊക്കെ നോക്കണം. നീ നോക്കിയാൽ അവന്റെ മേലുള്ള ബന്ധനം പൊട്ടിപ്പോകുവാൻ ഇടവരും. ആ ഐ കോണ്ടാക്റ്റിനെ പോലും ഈ കുഞ്ഞുങ്ങൾ, ഫാമിലി പ്രോബ്ലംസിന്റെ നടുവിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആശൂന്യത മൂലമായി അവരുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കും. അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് ആളുകളെ നോക്കി സംസാരിക്കും, എനിക്ക് ഭയമാണ്. ഓഫീസിൽ ഒരു ചെറിയ ജോലി ചെയ്യുന്നു, ജീവിച്ചു പോകുന്നു. കാരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുടുംബത്തിൽ വലിയ പ്രശ്നമായിരുന്നു, അപ്പൻ മദ്യപാനിയായിരുന്നു. അപ്പനെ അവസാനമായിട്ട് കാണുന്നത് അമ്മയെ കുത്തിയിട്ട് ഓടുന്ന സന്ദർഭത്തിലാണ്. അമ്മയും അപ്പനും തമ്മിൽ വഴക്കുണ്ടായി, മദ്യപിച്ചിട്ട് വന്ന് വഴക്കുണ്ടായി, അമ്മയെ കത്തിക്കൊണ്ട് അപ്പൻ കുത്തുകയാണ്. കുഞ്ഞ് ഭയന്ന് മുറിയുടെ ഒരു അരികിലേക്ക് മാറി, ചോര തെറിക്കുന്നു. ആ കുത്തിയതിനു ശേഷം അപ്പൻ ഇറങ്ങി ഓടിപ്പോയി.
പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അപ്പനെ താൻ കാണുവാൻ ഇടവന്നിട്ടില്ല. നോക്കുക, വളർന്നിന്ന് 10, 40, 50 വയസ്സുണ്ട്. തൻ്റെ വ്യക്തിത്വം 50 വർഷം ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്നിൽ ഉള്ള ക്വാളിറ്റീസ്, തന്നിലുള്ള ക്രിയേറ്റിവിറ്റീസ്, തന്നിലുള്ള മോട്ടിവേഷൻസ് എല്ലാം ഈ പിന്നിൽ വന്ന ബാല്യകാലത്ത് വന്ന ആന്തരിക മുറിവ് മൂലം തടയപ്പെട്ടു പോകുവാനിടയായി. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു തകർന്ന കുടുംബത്തിന്റെ നടുവിലാണോ വളർന്നു വന്നത്? അപ്പനും അമ്മയും എന്നും വഴക്കുണ്ടാക്കുന്ന ഒരു കുടുംബത്തിലാണോ നിങ്ങൾ വളർന്നു വന്നത്? അങ്ങനെയെങ്കിൽ ഇന്ന് കർത്താവിനോട് പറ, അതൊക്കെ എൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട് കർത്താവേ, അതൊക്കെ എൻ്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നുണ്ട്. എന്നെ ദയവായി വിടുവിക്കണമേ, കരുണയോടുകൂടെ എന്നെ വിടുവിക്കണമേ. അതെല്ലാം മാറിപ്പോയി. ആ ശൂന്യതകളിലേക്ക് അങ്ങയുടെ സ്നേഹം, എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അവിടുന്ന് നിങ്ങളെ നിറയ്ക്കുവാൻ വിശ്വസ്തനാകുന്നു. നിങ്ങൾക്കറിയാമോ, അമ്മായിയമ്മ പോരിനെ നേരിട്ട ഒരു മരുമകൾ, അവൾ അമ്മായിയമ്മയാകുമ്പോൾ അവളും അടുത്ത മരുമകളെ പീഡിപ്പിക്കും എന്നതുപോലെ തന്നെ മുറിക്കപ്പെട്ട അനുഭവത്തിലൂടെ കടന്നുപോയ മനുഷ്യർ മറ്റുള്ളവരെ മുറിക്കുന്നവരായിരിക്കും. ആ മുറിവുള്ളിലുണ്ടെങ്കിൽ നീ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവരെ മുറിക്കുന്ന ഒരു വ്യക്തിയായി തീരുവാൻ സാധ്യതയുണ്ട്. നിനക്ക് സ്നേഹം പലയിടങ്ങളിൽ നിന്നും ലഭ്യമാകാതെ നീ വളർന്നു വന്നൊരു വ്യക്തിയാണെങ്കിൽ മറ്റാർക്കെങ്കിലും സ്നേഹം ലഭിക്കുന്നത് കാണുമ്പോൾ നിനക്ക് അസൂയ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഞാൻ വളരെ വ്യക്തമാകുന്ന ചില പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അത്ഭുതകരം, വിശ്വസിക്കുവാൻ കഴിയാത്ത കാര്യം. ആ സ്നേഹം ലഭിക്കാതെ വളർന്നു വന്ന ഒരപ്പൻ, ആ അപ്പന്റെ വളർച്ച ഇപ്പൊ 10, 50 വയസ്സ്, 60 വയസ്സാകുന്നു. തൻ്റെ മകനും തൻ്റെ അമ്മയും തമ്മിൽ അമ്മ മകനെ സ്നേഹിക്കുന്നത് തനിക്ക് സഹിക്കാൻ കഴിയത്തില്ല. എന്നേക്കാൾ കൂടുതൽ എൻ്റെ മകനെ അവൾ സ്നേഹിക്കുന്നു. അങ്ങനെയാണോ? നോക്കുക, ആ നിലയിൽ വരെ 60, 70, 80 വയസ്സ് വരെ നിന്റെ വ്യക്തിത്വത്തിൽ ഇത്തരത്തിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ്, ക്ഷതങ്ങൾ, തിക്താനുഭവങ്ങൾ, നീ തന്നെ മറ്റുള്ളവരെ മുറിക്കുന്ന ഒരു വ്യക്തിയാകുന്നു. സുലഭമായി യേശുവിൽ നിന്ന് ലഭിക്കുന്ന ഈ സൗജന്യമാകുന്ന സൗഖ്യം ചോദിച്ചു കഴിഞ്ഞാൽ സൗജന്യമായി നൽകിത്തരുവാൻ യേശു വിശ്വസ്തനാകുന്നുവല്ലോ. അരുണാചൽ പ്രദേശിൽ ഞാൻ കടന്നുപോയി ശുശ്രൂഷിക്കുന്നതിനാൽ അവിടെ എനിക്കിങ്ങനെയുള്ള ഒരുപാട്, അവിടെയുള്ള കുഞ്ഞുങ്ങൾ മുഴുവൻ സ്നേഹം ലഭിക്കാതെ വളർന്നു വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഏറ്റവും ലളിതമാകുന്ന കാര്യം, അവിടെ ട്രൈബൽസിന്റെ ഇടയിലുള്ള തലമുറകളായിട്ടുള്ള ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. ഒരു വ്യക്തിക്ക് തന്നെ 7 ഭാര്യമാരെ, 7 സ്ത്രീകളെ വരെ വിവാഹം കഴിക്കുവാൻ കഴിയും. ഒരു വീട്ടിൽ ചിലപ്പോൾ 50, 60 കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കും. ഒരൊറ്റ അപ്പനാകുന്നു നീ എങ്കിൽ നിന്റെ കുഞ്ഞിനെ സ്നേഹിക്കണം. വാക്കുകൊണ്ട് സ്നേഹിക്കണം, സ്പർശനം കൊണ്ട് സ്നേഹിക്കണം, വാക്കുകൾ കൊണ്ട് സ്നേഹിക്കണം, അഭിനന്ദിക്കണം, വസ്തുക്കൾ കൊടുത്ത് സ്നേഹിക്കണം, എടുത്ത് സ്നേഹിക്കണം, ഉമ്മ കൊടുത്ത് സ്നേഹിക്കണം, സമയം പങ്കുവച്ച് സ്നേഹിക്കണം. അതെല്ലാം ആ കുഞ്ഞിന്റെ വ്യക്തിത്വത്തിൽ നീ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആ ഇൻവെസ്റ്റ്മെന്റ് ദൈവരാജ്യത്തിൽ ഒരു പ്രയോജനമായി തീരും. ആമേൻ. ഇത്തരത്തിലുള്ള വലിയ ദുഃഖങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള ഒരു കുഞ്ഞിനെ ഞാൻ കാണുകയുണ്ടായി. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ആലോചന. ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അവന് സ്വസ്ഥതയില്ല, ഓടി നടക്കുകയാണ്, അടിച്ചു പൊട്ടിക്കുന്നു, അത് പൊട്ടിക്കുന്നു, കമ്പ്യൂട്ടർ അടിച്ചു പൊട്ടിക്കുന്നു, ക്ലാസ്സിലിരുന്നാൽ അവൻ ഓടും. ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. ആ കുഞ്ഞിന്റെ അനുഭവം ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വലിയ ദുരന്തമാണ്. അവന്റെ അമ്മ വിദേശ രാജ്യത്തായിരുന്നു. ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്നതിന് ശേഷമായിട്ട് അവളുടെ ചേച്ചിയുണ്ട്, ഈ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന്റെ ചേച്ചിയുണ്ട്. ആ കുഞ്ഞിനെ വല്യമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പോവുകയാണ്. ആ സംഭവം ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഈ കുഞ്ഞിനെ എയറോഡ്രോമിൽ ആക്കിയിട്ട്, വല്യമ്മയുടെ കയ്യിലാക്കിയിട്ട് അമ്മ പോവുകയാണ്. അമ്മ പോകുന്ന സന്ദർഭത്തിൽ കുഞ്ഞ് കടന്ന് നിലവിളിക്കുക, ഞാനും വരുന്നു. ആ കുഞ്ഞിനോട് അവസാനം അമ്മ ഒരു കള്ളം പറഞ്ഞു. നൂല് കെട്ടിയ പന്ത് വലിയ ഇഷ്ടമല്ലേ നിനക്ക്? ഞാൻ നൂല് കെട്ടിയ പന്ത് അകത്ത് പോയി ഓടിപ്പോയി മേടിച്ചോണ്ട് വരാം. കള്ളം പറഞ്ഞിട്ട് ആ അമ്മ കയറിപ്പോയി. ഈ 2ാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് ആ അമ്മ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. ഈ കുഞ്ഞ് ഒരു സാധനമുണ്ടല്ലോ, ഈ കുഞ്ഞുങ്ങൾ ഏർലി ആയിട്ട് ജനിക്കുന്ന ഇൻക്യുബേറ്ററിലാണ് ഈ കുഞ്ഞ് വളരുവാനിടയായത്. അമ്മയുടെ ചൂടിന് പകരം ഇൻക്യുബേറ്ററിന്റെ ചൂടിലാണ് ആ കുഞ്ഞ് വളരുവാനിടയായത്. ഈ ഡെഡ് ബോഡി കേരളത്തിൽ കൊണ്ടുവന്നപ്പോൾ ആ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ഞാൻ പോയി. ഈ മൂത്ത കുഞ്ഞ് കേരളത്തിലുണ്ടായിരുന്നു. അവളിങ്ങനെ തോളിലിരുന്നുണ്ട്. അന്ന് അവൾക്ക് 2 or 3 വയസ്സുണ്ട്. തോളിലിരുന്നു കൊണ്ട് അടുത്തിരുന്നവരോട് പറയുകയാണ്, എന്റെ മമ്മി സ്വർഗത്തിൽ പോയിരിക്കുക, എനിക്ക് നൂല് കെട്ടിയ പന്ത് വാങ്ങാൻ വേണ്ടി. 6 മാസം മുമ്പ് എയറോഡ്രോമിൽ വെച്ച് പറഞ്ഞത് അവൾ മറന്നിട്ടില്ല. അമ്മ സ്വർഗത്തിൽ പോയിരിക്കുകയാണ് നൂല് കെട്ടിയ പന്ത് വാങ്ങുവാൻ വേണ്ടി. ഇന്ന് അവൾ വളർന്നു വലുതായിരിക്കുന്നു. കാനഡയിലാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അവളെ കാണുകയുണ്ടായി. എങ്കിലും എനിക്കറിയാം, എവിടെയെങ്കിലുമൊക്കെ ഒരു ശൂന്യതയുണ്ട്. അകത്താഴത്തിൽ യേശുവിനെ കുറിച്ചുള്ളൊരു വെളിപ്പാട് ലഭിച്ച് ആ ശൂന്യതകൾ നികത്തുന്നില്ലെങ്കിൽ
അവളുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. ആ ഇളയ വയതിൽ അമ്മയില്ലാതെയാണ് വളർന്നത്. ഇൻക്യുബേറ്ററിൽ വളർന്ന കുഞ്ഞ് അവൻ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവനാണ്, സ്വസ്ഥതയില്ലാത്തവനാണ്, സാധനങ്ങൾ അടിച്ചു പൊട്ടിക്കുന്നവനാണ്, ക്ലാസ്സിലിരുന്നാൽ ഓടി നടക്കുന്നവനാണ്, ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. ആർക്കവനെ വിടുവിക്കുവാൻ കഴിയും? അപ്പൻ ഇപ്പോൾ കാനഡയിലായിരിക്കുന്ന, അമ്മ ഇപ്പോൾ കാനഡയിലായിരിക്കുന്നവൻ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവനാകുന്നതിനാൽ ഇവിടെ ഇന്ത്യയിൽ ഒരു ഹോസ്റ്റലിലാക്കിയിരിക്കുകയാണ്. ആർക്കവനെ വിടുവിക്കുവാൻ കഴിയും? എത്ര വലിയ സംഘർഷമായിരിക്കും അകത്ത് അവർ നേരിടുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുവിന് അങ്ങനെയുള്ളവരെ വിടുവിക്കുവാൻ കഴിയും. ഇതിന്റെ നടുവിൽ ആരെങ്കിലും ഏതെങ്കിലും മണ്ഡലങ്ങളിൽ അപ്പന്റെയോ അമ്മയുടെയോ സ്നേഹം ലഭിക്കാതെ വളർന്നു വന്നവരുണ്ടെങ്കിൽ, അപ്പനില്ലാതെയാണോ നീ വളർന്നത്? അമ്മയില്ലാതെയാണോ നീ വളർന്നത്? അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും കണ്ണ് നനയുന്നുണ്ടോ? ഒരു സൗഖ്യം നിനക്ക് ആവശ്യമാണ്. ആ ശൂന്യതകളിലേക്ക് യേശുവിന്റെ സ്നേഹത്തെ സ്വാഗതം ചെയ്യുക. എല്ലാ ശൂന്യതകളും, ഈ സ്റ്റേറ്റ്മെന്റ് കേട്ടുകൊള്ളുക, എല്ലാ ശൂന്യതകളും യേശുവിന് വേണ്ടിയുള്ള ദാഹമാക്കി മാറ്റുന്നവനാണ് വിവേകമുള്ളവൻ. എനിക്ക് ആ സ്നേഹം ലഭിച്ചില്ല, ഈ സ്നേഹം ലഭിച്ചില്ല, എവിടുന്ന് കിട്ടും? നോ, അത് നിർത്തിയിട്ട് എന്റെ ഈ ശൂന്യത നന്നായി, എനിക്ക് യേശുവിനെ കൂടുതൽ ദാഹിക്കാം. എല്ലാ ശൂന്യതകളും യേശുവിന് വേണ്ടിയുള്ള ദാഹമാക്കി മാറ്റിയാൽ നിന്നെ ദൈവം ശക്തിയോടുകൂടി ഉപയോഗിക്കുവാൻ പോകുകയാണ്. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടെന്ന് പ്രതികരിച്ച്, അക്ഷരാർത്ഥത്തിൽ കർത്താവിന്റെ സ്നേഹം ഇവിടെ ഒഴുകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ശൂന്യത അനുഭവിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കർത്താവ് നിറച്ചുകൊണ്ടിരിക്കുക. മറ്റൊന്നും കൊണ്ടല്ല നിറച്ചുകൊണ്ടിരിക്കുന്ന, സ്നേഹം കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാപിച്ചു കൊള്ളണം. ഈ നിലകളിൽ വളർന്നു വരുന്ന, ഇൻക്ലൂഡിങ് ഡെത്ത് ഓഫ് പേരൻസ്, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അവരുടെ ബാല്യകാലത്ത് തന്നെ ഈ സ്നേഹം ലഭിക്കാതെ വരുന്നതിനാൽ റിയാക്ഷൻസ് ഉണ്ട്. ആ റിയാക്ഷൻസ് കൂടെ പറഞ്ഞ് ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാ ശൂന്യതയെ നികത്തുവാൻ കഴിയും, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ പോകുകയാണ്. റിയാക്ഷൻസ് രണ്ട് നിലയിലാണ് കുഞ്ഞുങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. ഒന്ന്, സപ്രസ് ചെയ്തിട്ട് ഇന്റർണലൈസ് ചെയ്യും. രണ്ട്, എക്സ്റ്റേണലൈസ് ചെയ്യും, ബഹിഷ്കരിക്കും. ചിലരതിനെ ഉള്ളിൽ ഒതുക്കും. രണ്ട് നിലയിലുള്ള ആളുകളുണ്ട്. ദുഃഖം വന്നു കഴിഞ്ഞാൽ ഉള്ളിലങ്ങ് ഒതുക്കും. ചിലരാണെന്നുണ്ടെങ്കിൽ അതിനെ എക്സ്പോസ് ചെയ്യും, ബഹിഷ്കരിക്കും. ഇന്റർണലൈസ് ചെയ്യത്തില്ല, എക്സ്റ്റേണലൈസ് ചെയ്യും. കുഞ്ഞുങ്ങളിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രണ്ട് നിലകളിലുള്ള കുഞ്ഞുങ്ങളാണ്. എക്സ്റ്റേണലൈസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളും ഇന്റർണലൈസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളും. ഇന്റർണലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ അപ്പന്റെ സ്നേഹം ലഭിച്ചില്ല, അമ്മയുടെ സ്നേഹം ലഭിച്ചിട്ടില്ല. ഇന്റർണലൈസ് ചെയ്യുകയാണെങ്കിൽ അത് ഇമോഷണൽ ഇൽനെസ്സിലേക്ക് ആ കുഞ്ഞിനെ നയിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കും. ഇമോഷണൽ ഇൽനെസ്, കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇമോഷണൽ ഇൽനെസ് എല്ലാം ഉണ്ടാകും. ഇതൊരു കുഞ്ഞ് എക്സ്റ്റേണലൈസ് ചെയ്യുകയാണെങ്കിൽ അതുമൂലം സോഷ്യൽ ഇൽനെസ് ഉണ്ടാകും, സാമൂഹിക രോഗങ്ങൾ ഉണ്ടാകും. ആ കുഞ്ഞിൽ നിന്ന് സാമൂഹിക രോഗങ്ങൾ. ഞാൻ തടവറയിൽ വെച്ച് രക്ഷിക്കപ്പെട്ട ഒരു പാസ്റ്ററുമായിട്ട് സമയം ചിലവഴിച്ചു. താനൊരു വ്യക്തിയെ എറണാകുളത്ത് വെച്ച് കുത്തിക്കൊന്നിരുന്നു. എന്നാൽ തടവറയിൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടി. ഞാൻ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതറിയാവുന്നതിനാൽ ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തെ ചോദിച്ചു, നിങ്ങളുടെ ബാല്യം എങ്ങനെ ഉണ്ടായിരുന്നു? അദ്ദേഹം പറഞ്ഞു, എന്റെ ബാല്യം എന്നെ എങ്ങനെ ആക്കിയത്? തൃശ്ശൂരുകാരനാ. എന്റെ അപ്പൻ കള്ള് ഷാപ്പിലെ വെയിറ്ററായിരുന്നു. കള്ള് ഷാപ്പ് ഞങ്ങളുടെ വീട് തൊട്ടടുത്താണ്. ഞങ്ങളുടെ ആ മാടത്തിന് തൊട്ടടുത്താണ് കള്ള് ഷാപ്പ്. കള്ള് ഷാപ്പിൽ നിന്ന് അപ്പൻ തലേക്കെട്ടുമായിട്ട് കഴിവേ വിളിച്ചുകൊണ്ടാണ് വരുന്നത്. ഇവന് രണ്ടു നിലയിൽ ഈ അപ്പനോട് റിയാക്ട് ചെയ്യുവാൻ കഴിയും. ഒന്ന്, ഇന്റർണലൈസ് ചെയ്യുകയാണെങ്കിൽ ഇവന് ഓടിപ്പോയിട്ട് കട്ടിലിനടിയിൽ ഒളിഞ്ഞിരിക്കും, ഇന്റർണലൈസ് ചെയ്യുകയാണെങ്കിൽ. എന്നാൽ ഇവൻ ചെയ്തത് ഇന്റർണലൈസ് ചെയ്തില്ല, ഇവൻ എക്സ്റ്റേണലൈസ് ചെയ്തു. അപ്പൻ കഴുതേന്ന് വിളിക്കുമ്പോൾ ഇവൻ ഇവിടെ വന്നിട്ട് മറ്റെന്തെങ്കിലും പറഞ്ഞിട്ട് കല്ല് വലിച്ചെറിയും. 5 വയസ്സുള്ളപ്പോൾ അപ്പനെ എറിഞ്ഞാണ് അവൻ തുടങ്ങിയത്. എവിടെ വരെ എത്തിയെന്നറിയാമോ? കൊലപാതകത്തിൽ വരെ എത്തി. ഈ തടവറകളിൽ കിടക്കുന്ന സാമൂഹിക ഇൽനസ്, അതുമൂലമുള്ള തടവറകളിൽ കിടക്കുന്ന കുറ്റവാളികൾ, ആ കുറ്റവാളികളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആർക്കാണെന്നറിയാമോ? കുടുംബമാണ് ആ കുറ്റവാളികളെ സൃഷ്ടിച്ചത്. സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കുടുംബം. കുടുംബത്തിൽ ലഭ്യമാകേണ്ട സ്നേഹം ലഭിച്ചില്ല, കുടുംബത്തിൽ ലഭ്യമാകേണ്ട സമാധാനം ലഭിച്ചില്ല, കുടുംബത്തിൽ ലഭ്യമാകേണ്ട പങ്കുവയ്ക്കൽ ഉണ്ടായില്ല, ഷെയറിംഗ് ഉണ്ടായില്ല. അതിനാൽ അപ്പൻ കഴുതയെന്ന് വിളിച്ചപ്പോൾ അവൻ കല്ലെടുത്തെറിഞ്ഞു, അവൻ കത്തിയെടുത്തു. 5-ാം വയസ്സിൽ തുടങ്ങി, പതുക്കെ തുടങ്ങി. ഇട്ടുകൊടുത്തു. നീ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ എല്ലാം ഇടിപ്പടം നിന്റെ കുഞ്ഞിന് 24 മണിക്കൂറും. തലമുറയെ നശിപ്പിക്കരുത്. ഞാൻ ആ ഭാഗം അപ്പന്മാരോടൊന്ന് പറയട്ടെ. നിങ്ങളിങ്ങനെ വളരെ സ്പിരിച്വൽ മാനേഴ്സ് ഒക്കെ സ്വീകരിച്ച് വെറുതെ ഇരിക്കുന്നവരാണ് എങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മറ്റു പലതിലുമായിരിക്കും താല്പര്യം. ഏറ്റവും കുഞ്ഞുങ്ങൾ അമ്മമാരെ ഒബ്സർവ് ചെയ്യുന്നതിൽ കൂടുതൽ അപ്പന്മാരെ ഒബ്സർവ് ചെയ്യും. നീ ഇപ്പോൾ നല്ലതുപോലെ ആത്മാവിൽ ആരാധിക്കുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ വന്നാൽ അറിയാം, അവിടെ പോയിട്ട് 2 പിള്ളേരും കൂടെ ചാടുക. അപ്പോഴോർത്തോണം വീട്ടിൽ അപ്പനും അമ്മയും ചാടുന്നവരാ. കൈയടിച്ച് അന്യഭാഷ പറയുന്നു.
ഇന്ന് കാറിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മോള് പറഞ്ഞു, ഞാനും കണ്ണു തുറന്ന് അന്യഭാഷ പറയാൻ തുടങ്ങി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ് കണ്ണു തുറന്ന് അന്യഭാഷ പറയണമെന്ന്. അവളത് കേട്ടിട്ട് കണ്ണു തുറന്ന് അന്യഭാഷ പറയുവാൻ തുടങ്ങി. നോക്ക്, നിന്റെ ജീവിതത്തിൽ ഈ ഒരു അത്ഭുതം സംഭവിക്കുകയാണെങ്കിൽ ഭവനാന്തരീക്ഷം മാറാൻ പോകുക. അടുക്കളയിൽ ആരാധന, ആമേൻ. ബെഡ്റൂമിൽ ആരാധന. പിള്ളേര് ആമേൻ സിനിമ കാണാൻ വേണ്ടിയല്ല, അവർക്ക് സീരിയൽ കാണാൻ വേണ്ടിയല്ല സമയം, അവർക്ക് ആത്മാവിൽ ആരാധിക്കണം. ഇപ്പൊ പറയുന്ന അന്യഭാഷ ഒറിജിനൽ സാധനമൊന്നുമല്ല, കേട്ടൊക്കെയാ പറയുന്നത്. എങ്കിലും അതിനെ നിരുത്സാഹപ്പെടുത്തരുത്. പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ അത് ഒറിജിനലിലേക്ക് വന്നോളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വെറുതെ ഇരിക്കാതെ കൈയടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. ആ അന്തരീക്ഷം വളർന്നു വരികയാണെങ്കിൽ അറിയാതെ നിന്റെ മോൻ കുറച്ച് കഴിയുന്ന പറയും, ഡാഡി എനിക്കും ഒരു പാസ്റ്റർ ആകണം. പല പാസ്റ്റേഴ്സിന്റെ മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ പാസ്റ്റർമാരാകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ മറിച്ച് ചില വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പറയും, എനിക്കൊരു പാസ്റ്ററെ കല്യാണം കഴിക്കണം. ഡാഡിയെ പോലുള്ള പാസ്റ്ററെ തന്നെ വേണം. എന്തുകൊണ്ടാ? ആ സ്വാതന്ത്ര്യം പ്രാപിക്കണം കേട്ടോ, ആ വിടുതൽ പ്രാപിക്കണം. നിന്റെ വീട്ടിൽ ആത്മീക അന്തരീക്ഷം വെളിപ്പെടുവാൻ ഇടവരട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. എക്സ്റ്റേണലൈസ് ചെയ്യുന്നവരല്ലല്ലോ ഇതിനകത്തിരിക്കുന്നത്, ഇന്റേണലൈസ് ചെയ്തവരാണ്. ഇന്റേണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇമോഷണൽ പ്രോബ്ലംസ് വേഗത്തിൽ ഞാൻ പറഞ്ഞങ്ങ് പോകാം. ഇമോഷണൽ പ്രോബ്ലംസിൽ ഉണ്ടാകുന്ന ആ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാകുന്ന ചില ഇമോഷണൽ പ്രോബ്ലംസ് ശ്രദ്ധിക്കണം. ഡിനയൽ ആൻഡ് ഫാന്റസി എന്ന് പറയും. അപ്പനില്ല, ഫോർ എക്സാമ്പിൾ ആബ്സെൻസ് ഓഫ് പേരൻസ്, അപ്പനോ അമ്മയോ ഇല്ല, അവരത് സങ്കല്പിക്കും. ഒരു റിയാക്ഷനാണ് ഡിനയൽ ഓഫ്. ബാല്യത്തിൽ തന്നെ അവരുടെ റിയാക്ഷനാണ്, അവർ സങ്കല്പിക്കും. അപ്പനുണ്ടെന്ന് അവരങ്ങ് സങ്കല്പിക്കും. അവർ തന്നെ അപ്പനോട് സംസാരിക്കും, ഡാഡി ഇല്ല, ഡാഡി വർഷത്തിലൊരിക്കൽ 2 വർഷം കൂടുമ്പോഴേ ഒരിക്കലേ വരത്തുള്ളൂ, എങ്കിലും അവരിങ്ങനെ നടന്നു തുടങ്ങും, ഡാഡി എന്തൊക്കെയുണ്ട് വിശേഷം, ഡാഡി ഉള്ളതായിട്ട് സങ്കല്പിക്കും. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് അവര് സെൽഫ് ഡിസെപ്ഷൻ ആകുന്നതിനാൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാകും. ഇതൊരു റിസർച്ചിന്റെ റിപ്പോർട്ടാണ്. ഒരു പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാകുവാൻ ഇടവരും. രണ്ടാമത് റീയൂണിയൻ. ഈ അപ്പൻ ഇല്ലാത്ത സാഹചര്യത്തിൽ വളർന്നു വരുന്ന കുഞ്ഞാണെന്നുണ്ടെങ്കിൽ അപ്പൻ മടങ്ങി വരും എന്നുള്ള പ്രതീക്ഷ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് മമ്മിയോട് ഇന്ന് ചോദിക്കും, മമ്മി ഡാഡി നാളെ വരുമോ? ഇല്ലടാ മോനെ, നാളെ വരത്തില്ല. പിറ്റേ ദിവസം ചെന്ന് ചോദിക്കും, ഡാഡി നാളെ വരുമോ? ഇല്ലടാ, നിന്നോട് ഇന്നലെ പറഞ്ഞതല്ലേ ഡാഡി നാളെ വരത്തില്ല. ഇതിൽ ഓർത്തുകൊള്ളണം, അപ്പൻ മരിച്ചുപോയ ഒരു ഭവനത്തിൽ ആ അമ്മയോട് ഇന്ന് ചോദിക്കുകയാണെങ്കിൽ ആ അമ്മ അനുഭവിക്കുന്ന വേദന, മമ്മി ഡാഡി വരുമോ തിരിച്ച്, സ്വർഗത്തിൽ നിന്ന് വരുമോ തിരിച്ച്? ഓ, ആ അമ്മ അനുഭവിക്കുന്ന വേദന എത്ര ആയിരിക്കും. ഈ റീയൂണിയൻ പ്രതീക്ഷിക്കുന്നവർക്ക് വളർന്നു വരുമ്പോൾ പൊസസീവ്നെസ് ഉണ്ടാകും. പൊസസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹം വേറെ ആരിലേക്കും പോകരുത്. എനിക്ക് മാത്രമേ ആ സ്നേഹം. അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പൊസസീവ്നെസ് ഉണ്ടാകും. അങ്ങനെ വളർന്നു വന്ന ഒരു പെൺകുട്ടി ഒരു വിവാഹം കഴിയുന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ സ്നേഹം വേറെ ആർക്കും പോകരുത്. ആ ഭർത്താവ് വേറെ ഒരു പാസ്റ്ററോടോ വല്ലതും സംസാരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇവളുടെ സ്നേഹം പോകുന്ന കാണുമ്പോൾ ഇവളുടെ ഹൃദയത്തിൽ നൊമ്പരമായിരിക്കും. ആ പൊസസീവ്നെസിന്റെ ഒരു അടയാളമാണ് ഭർത്താവ് പുറത്തു പോയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ് മൊത്തം കാര്യങ്ങൾ പറയണം. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷ കണ്ടു, ഓട്ടോറിക്ഷ കയറിയിട്ട് അയാൾ നല്ല സ്പീഡിലാണോ ഓടിച്ചത്, അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പൈസ എത്ര കൊടുത്തു, മൊത്തം കാര്യങ്ങളും അറിയണം. അതൊരു പൊസസീവ്നെസിന്റെ അടയാളമാണ്. റീയൂണിയൻ പ്രതീക്ഷിക്കുന്നവർ അപ്പന്റെ സ്നേഹം ലഭിച്ചില്ല, അമ്മയുടെ സ്നേഹം ലഭിച്ചിട്ടില്ല. അവർ വളർന്നു വരുമ്പോൾ ഒരു കൂട്ടർക്ക് അത് പൊസസീവ്നെസ് ആകുന്നു, മറ്റൊരു കൂട്ടർക്ക് അത് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആകുന്നു. ഇനി വേറൊരു കൂട്ടരുണ്ട് ഗിൽറ്റ് മായി നടക്കുന്ന. ബാല്യത്തിൽ തന്നെ അവർക്ക് സ്നേഹം ലഭിച്ചില്ല, അതൊരു ഗിൽറ്റായി, ഒരു കുറ്റബോധമായി. ആ ഗിൽറ്റിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? എനിക്ക് സ്നേഹം ലഭിക്കുവാൻ യോഗ്യതയില്ല. ആ കുഞ്ഞൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. പല കുഞ്ഞുങ്ങളിലും വിവിധങ്ങളാകുന്ന റിയാക്ഷൻസ് ആണ്. ആ കുഞ്ഞൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നു, എനിക്ക് സ്നേഹം ലഭിക്കുവാൻ യോഗ്യതയില്ല, ഞാനതിന് ഇൻഫീരിയർ ആണ്, സ്നേഹം ലഭിക്കുവാൻ തക്കവണ്ണം ഞാൻ ഇൻഫീരിയർ ആണ്. ഇങ്ങനെയുള്ളവരാണ് ബാഡ് ഹാബിറ്റ്സിൽ ചെന്നുപെടുന്നത്. അവരിൽ ബാല്യകാലത്ത് തന്നെ മാസ്റ്റർബേഷൻ എന്ന് പറയുന്ന ഒരു ദുശീലം അവരെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കറിയാമോ, ഇന്നത്തെ തലമുറയിൽ കൊച്ചു കുഞ്ഞുങ്ങൾ 5 വയസ്സ് 6 വയസ്സുള്ള കുഞ്ഞുങ്ങളിൽ വരെ രഹസ്യമായിട്ടുള്ള ഒരു സ്വാധീനിക്കുന്ന സ്വഭാവമാണ് മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത്. അതിൽ പല കാരണങ്ങളുണ്ട്. TV ഒരു പ്രധാനപ്പെട്ട സ്വാധീന ശക്തിയാണ്. അതോടൊന്നിച്ച് തന്നെ ഈ ഒരു പ്രശ്നം, സ്നേഹം ലഭിക്കാതെ വരുന്നതിനാൽ അവർ ഇൻഫീരിയർ ആകും. ഇൻഫീരിയർ ആയിട്ട് അവരൊരു നിഗമനത്തിൽ എത്തിച്ചേരും, എനിക്ക് സ്നേഹം ലഭിക്കുവാൻ യോഗ്യതയില്ല. അത് പരിഹരിക്കുവാൻ വേണ്ടി അവർ മറ്റ് ചിലതിലേക്ക്
ട്രാക്ക് ചെയ്തിരിക്കും. ബാല്യത്തിൽ അവർ മാസ്റ്റുർബേഷനിലേക്ക് പോകും, പിന്നെ അത് വളർന്നു വരുമ്പോൾ അഡിക്ഷൻസിലേക്ക് പോകും. എനിക്ക് വേറെ ആരുടെയും സ്നേഹം ലഭിക്കുവാൻ യോഗ്യതയില്ല, അതിനാൽ ഞാൻ മദ്യത്തെ സ്നേഹിക്കുന്നു. അവൻ കള്ളുകൂടി തുടങ്ങും. ഞാൻ ഇന്റർനെറ്റിനെ സ്നേഹിക്കുന്നു. അവൻ കമ്പ്യൂട്ടറിന് മുമ്പിൽ 24 മണിക്കൂറും ഇരിക്കും. ഞാൻ ഒബ്സൈൻ ലിറ്ററേച്ചറിനെ സ്നേഹിക്കുന്നു. അവൻ അത് പുസ്തകങ്ങൾ വായിക്കുവാൻ തുടങ്ങും. ഞാൻ ഡ്രഗ്സിനെ സ്നേഹിക്കുന്നു. അതിന്റെ പിന്നിലേക്ക് പോകുന്നു. ഈ തലമുറയെ നിങ്ങൾ കാണുമ്പോൾ, ഇന്ന് ദുശീലങ്ങളിൽ പിടിപെട്ട് കിടക്കുന്ന തലമുറയെ കാണുമ്പോൾ, ആ കുഞ്ഞുങ്ങളെ അല്ല കുറ്റം പറയേണ്ടത്, അവർ വളർന്നു വന്ന പശ്ചാത്തലത്തെ കുറ്റം പറയുക. കുറ്റം പറയേണ്ട കാര്യമില്ല, പശ്ചാത്തലമാണ്. കാരണം യേശുവിന് മാത്രമേ അവരെ വിടുവിക്കുവാൻ കഴിയുകയുള്ളൂ. യേശുവിലേക്ക് തിരിയുകയാണെങ്കിൽ എല്ലാ ബാഡ് ഹാബിറ്റ്സിൽ നിന്നും യേശു നമ്മെ സ്വതന്ത്രമാക്കുവാൻ വിശ്വസ്തനാണ്. യൗവനക്കാരായിട്ടുള്ളവർ ആരെങ്കിലും ഇവിടെയുള്ള ഏതെങ്കിലും ബാഡ് ഹാബിറ്റ്സ്, രഹസ്യമാകട്ടെ, ഇൻക്ലൂഡിംഗ് മാസ്റ്റുർബേഷൻ, ഏതെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ ഇന്ന് ആ ബന്ധനം പൊട്ടും. വിശ്വസിച്ചാൽ, ഇപ്പോൾ വിശ്വസിച്ച് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിന്റെ സ്വാധീനം വിട്ടുപോകും. അപ്പൻ്റെയും അമ്മയുടെ സ്നേഹം ലഭിക്കാതെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അതിൽ ഉണ്ടാകുന്ന, ചില കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഒരു റിയാക്ഷനാണ് ഫിയർ. ആ ഫിയർ മൂലമായിട്ട്, ഇപ്പോൾ അപ്പൻ മരിച്ചു പോയെങ്കിൽ അവനൊരു ഫിയർ ഉണ്ടാകും. അമ്മയെ മരിച്ചു പോകുമോ? ക്ലിങ്ങിങ് ടു ദ മദർ, അമ്മയോടങ്ങ് പറ്റിച്ചേരും. അപ്പൊ അമ്മ ടോയ്ലറ്റിൽ പോയാലും പുറത്തുനിന്ന് കരഞ്ഞോണ്ടിരിക്കുക, അമ്മയോടുകൂടെ എപ്പോഴും പറ്റിച്ചേർന്ന് നിൽക്കണം. അമ്മയെ പുറത്തു വിടത്തില്ല, അമ്മയുടെ കൂടെ എപ്പോഴും ആയിരിക്കണം. അറിയാതെ ആ കുഞ്ഞിന്റെ ഹൃദയത്തിൽ വരും, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ? അപ്പൻ എനിക്ക് നഷ്ടപ്പെട്ടു, അമ്മ എനിക്ക് നഷ്ടപ്പെടുമോ? ആ കുഞ്ഞ് വളർന്നു വന്നു കഴിഞ്ഞാൽ സുഹൃത്തുക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വരും. നമ്മെ റിലേഷൻഷിപ്പ് ഒരു വലിയ പ്രധാനപ്പെട്ട പ്രോബ്ലമാണ്. ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമോ? ഭർത്താവിനെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ? ഭർത്താവ് മരിച്ചു പോകുമോ? കുഞ്ഞുങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ 80 വയസ്സ് വരെ ഈ ഭീതിയിലായിരിക്കും ജീവിക്കുന്നത്. ഇന്ന് പകൽ ഞാൻ ഫിയറിനെ കുറിച്ച് പറഞ്ഞു. ചിലരുടെയൊക്കെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലമായിരുന്നു. ഒരു വലിയ ഫിയറിന്റെ, ഒരു ഭയത്തിന്റെ നിഴല് തന്നെ എന്നെ എപ്പോഴും അനുഗമിക്കുക. എന്തൊക്കെയോ എനിക്ക് നഷ്ടപ്പെടുവാൻ പോകുന്നു, അനർത്ഥങ്ങളെ കുറിച്ചുള്ളൊരു ആശങ്ക, എന്തോ സംഭവിക്കുവാൻ പോകുന്നു. അങ്ങനെ ആരെങ്കിലും ഇതിന്റെ നടുവിലുണ്ടോ? കണ്ണാടിയിൽ നോക്കുമ്പോഴും പിന്നിൽ ഒരു നിഴല് നിൽക്കുകയാണ്. അതൊരു ബന്ധനമാണ്. യേശുവിന്റെ കരങ്ങളിലിരിക്കുന്ന ഒരു ദൈവവൈതലാ നീ. നിന്നെ തൊടാൻ ഒരു പിശാചിനും കഴിയത്തില്ല. ഒരു പിശാചിനും നിന്നെ തൊടാൻ കഴിയത്തില്ല. ഈ ഫിയറോടുകൂടെ റിയാക്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങളായിരിക്കും വളർന്നു വരുമ്പോൾ ആങ്സൈറ്റി, ടെൻഷൻ, അങ്ങനെയുള്ള ഇമോഷണൽ ഇൽനെസ്സിലേക്ക് അവർ ഫൈനലി എത്തിച്ചേരും. ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുക. ഈ ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുന്നതിനെ കുറിച്ച് ഞാൻ പറയട്ടെ. നിങ്ങൾ ആരെങ്കിലും വ്യാകുലതകൾ, ഞാൻ പരാമർശിച്ചു, ഒരു പ്രാവശ്യം കൂടെ അതൊന്ന് പറഞ്ഞു പോകട്ടെ. വ്യാകുലതകൾ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കരുത്. ആ ചുമടങ്ങ് താഴ്ത്തി വെക്കണം. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട എന്നാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ചുമന്ന ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അതങ്ങ് താഴ്ത്തി വയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. ബാഗും ചുമന്നുകൊണ്ട് എയർക്രാഫ്റ്റിൽ കയറുന്ന മനുഷ്യരെ പോലെ. എയർ ഹോസ്റ്റസ് പറഞ്ഞു, ഇത് മേളി വെക്കാമല്ലോ, എന്തിനാ ഇത് ചുമക്കുന്നു? അയ്യോ അത് വേണ്ട, ഞാൻ തന്നെ ഇത് ചുമന്നോളാം. 2 കൈയുമായിട്ട് സീറ്റിൽ ബസ് ചുമടുമായിട്ടിരിക്കുകയാണ്. അതങ്ങ് താത്ത് വെക്കുന്ന. ഇതിനകത്ത് നല്ല ഒന്നാന്തരം ഭക്ഷണം കിട്ടും, നിനക്കത് നഷ്ടപ്പെട്ടു പോകും. ഈ 2 കൈയും പിടിച്ചിരിക്കുകയാണ്, നീ എങ്ങനെ അതിന് ഭക്ഷിക്കുന്നത്? പരിശുദ്ധാത്മാവ് നല്ല ഒന്നാന്തരം വിഭവങ്ങൾ വിളമ്പാൻ പോകുക. നീ ഈ ഭാരവും ചുമന്നുകൊണ്ട് ഇതിനകത്തിരുന്നു കഴിഞ്ഞാൽ മനാവോ രാജാ യേശു ആയാ ഹേ ചിന്ത ചോടോ ഖുശിയാ മനാവോ. ഒത്തിരി പാട്ട് കയറി വരുന്നുണ്ട്. ചിന്ത ചോടോ ഖുശിയാ മനാവോ രാജാ യേശു ആയാ ഹേ സബ്കുൽ कराएंगे ताली बजाएंगे खुशियां मनाओ खुशियां मनाओ खुशियां मनाओ खुशियां मनाओ चिंता छोड़ो खुशियां मनाओ चिंता छोड़ो खुशियां मनाओ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും ഭാരങ്ങളുണ്ടെങ്കിൽ അത് ഇറക്കി വെക്കുക. ഒരു വലിയ സമൃദ്ധിയുള്ള ഉണർവിനെ ദൈവം അയക്കുവാൻ പോകുകയാണ്. അഭിഷക്തന്മാരുണ്ടെങ്കിൽ ഗെറ്റ് റെഡി. ഒരു വലിയ ഉണർവിനെ ദൈവം അയക്കാൻ പോകുകയാണ്. ഒരു വലിയ കൊയ്ത്ത് വെളിപ്പെടാൻ പോകുകയാണ്. ആമേൻ. ആഴത്തിലേക്ക് നോക്കി വല വീശിക്കൂ, വലതുവശത്തേക്ക് നോക്കി വല വീശിക്കൂ. നീ വീശുന്നിടത്ത് എല്ലാം കിട്ടാൻ പോകുക. എല്ലായിടവും ഇനിയും കിട്ടാൻ പോകുന്ന, ഇനി ആഴവും വലതുവശവും നോക്കണ്ട. ഇന്നത്തെ ഈ ഉണർവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വീശുന്നിടം മുഴുവൻ കിട്ടാൻ പോകുക. ഈ ലഭിക്കാതെ പോയ സ്നേഹം, ആ ശൂന്യത നമുക്ക് എങ്ങനെ നികത്തുവാൻ കഴിയും? ദൈവത്തിലേക്ക് നിങ്ങളുടെ മുഖം തിരിക്കുക. യേശുവിലേക്ക് നിങ്ങളുടെ മുഖം തിരിക്കുക. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ദൈവം നമ്മെ സ്നേഹിച്ചതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിത്യസ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിത്യസ്നേഹം, എറ്റേണൽ ലവ്, നിത്യസ്നേഹം കൊണ്ടാണ്
നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന സ്നേഹം ഒരു വ്യക്തിയാകുന്നുവല്ലോ, സ്നേഹം ദൈവമാകുന്നു, സ്നേഹം യേശു ആകുന്നു. നിത്യസ്നേഹം കൊണ്ടാണ് യേശു നമ്മെ സ്നേഹിച്ചത്. ആ സ്നേഹത്തിന്റെ പ്രദർശനമാണ് ക്രൂശ് എന്ന് പറയുന്നത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ, യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നീയും ഞാനും വിലപിടിപ്പുള്ള വ്യക്തിയാകുന്നതിനാൽ ഈ സ്നേഹം കൊണ്ട് നമ്മെ നിറയ്ക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്. ഈ ദൈവസ്നേഹം കൊണ്ട് മാത്രം സകല ശൂന്യതകളും നിറയ്ക്കുവാൻ കഴിയുമോ? യേശുവിൽ നിന്ന് ലഭ്യമാകുന്ന സ്നേഹം കൊണ്ട് ഈ ശൂന്യതകൾ നിറയ്ക്കുവാൻ കഴിയുമോ? അതിന് ഞാനൊരു തെളിവ് തരാം. പഴയ നിയമത്തിൽ നിന്ന് തന്നെ ഒരു തെളിവ് തരാം. 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചാൽ, ശമൂവേൽ ഈ പറഞ്ഞ നിലകളിൽ വളർന്ന ഒരു പൈതലായിരുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം അതിന്റെ ആരംഭവാക്യങ്ങളിൽ നിങ്ങൾ കാണുവാൻ കഴിയുന്നു. അവന്റെ അപ്പനാകുന്ന എൽക്കാനായിക്ക് അദ്ദേഹത്തിന് പല ഭാര്യമാരുണ്ടായിരുന്നു, ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു. അതിലൊരു ഭാര്യയായിരുന്നു ഹന്നയും പെനീനയും. അതിൽ കൂടുതൽ ഭാര്യമാർ കാണുവാൻ സാധ്യതയുണ്ട്. അറ്റ്ലീസ്റ്റ് 2 ഭാര്യമാരെങ്കിലും ഉണ്ട്. അതിനാൽ ഈ വീട്ടിൽ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. അപ്പന്റെ സ്നേഹം ശമൂവേലിന് വേണ്ടവണ്ണം ലഭിച്ചിട്ടില്ല. ഹന്ന പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയുടെ ഫലമായിട്ട് കുഞ്ഞിനെ ലഭിച്ചു. വേണ്ടവണ്ണം അപ്പന്റെ സ്നേഹം ലഭിച്ചു കാണുകയില്ല. ഇനി മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. ഈ കുഞ്ഞിന് മുലകുടി മാറിയപ്പോൾ, മുലകുടി മാറുന്നത് എത്രാമത്തെ വയസ്സിലാണ്? 4 വയസ്സൊന്ന് കൂട്ടിക്കും. അന്നത്തെ കാലം, ഇന്നൊക്കെ 3 വയസ്സിൽ മുലകുടി മാറും. അന്നത്തെ പഴയ കാലമല്ലേ, ഒരു 4 വയസ്സ് കൂട്ടിക്കോ, അല്ലെ 5 വയസ്സ് കൂട്ടിക്കോ, 6 വയസ്സ് കൂട്ടിക്കോ. 5 വയസ്സുള്ളപ്പോൾ ഈ അമ്മ ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഏലി പുരോഹിതന്റെ ദൈവസന്നിധിയിൽ വന്ന് ഏലി പുരോഹിതനോട് പറഞ്ഞു, ഈ ബാലനായിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്, ഇവനെ കിട്ടി, അതിനാൽ ഇവനെ ഞാനൊരു നിവേദിതമായി ഈ ദൈവസന്നിധികൾ സമർപ്പിക്കുകയാണ്. 5-ാം വയസ്സിൽ അപ്പന്റെയും അമ്മയുടെയും സ്നേഹം നേരിട്ട് ലഭിക്കുന്നത് അവസാനിച്ചു. പിന്നീട് 2-ാമത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ അമ്മ പഞ്ഞിനൂൽ കൊണ്ടുള്ളൊരു അങ്കി ഉണ്ടാക്കിയിട്ട് മോനെ കാണാൻ വരുന്നത്. അന്ന് ട്രാൻസ്പോർട്ടേഷൻ ഇതുപോലെയില്ല, ടെലിഫോണില്ല. ഇടയ്ക്കിടയ്ക്ക് മോനെ സുഖമായിരിക്കുന്നു എന്ന് വിളിച്ചു ചോദിക്കാനൊക്കെയില്ല. അമ്മയുടെയും അപ്പന്റെയും മുഖം കാണുന്നത് 5 വയസ്സുള്ളവൻ വർഷത്തിലൊരിക്കലാണ്. എന്നാൽ 3-ാമത്തെ അധ്യായത്തിൽ ഒരു അത്ഭുതം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. ആ കുഞ്ഞിനെ കുറിച്ച് 3-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ശമൂവേൽ വളരാനുള്ള സാഹചര്യം വല്ലതുമാണോ? ഇവന് വളരുവാൻ ഒരു സാഹചര്യവുമില്ല. ഏലിക്ക് കണ്ണ് കാണുകയില്ല. ഏലിക്ക് ആരെങ്കിലും സ്നേഹിക്കുവാൻ കഴിയുമോ? ഏലിയുടെ കുഞ്ഞുങ്ങൾ, ഇവന്റെ കൂട്ടുകാരാകേണ്ടവർ, അവർക്കൊന്നും ഇവനെ സ്നേഹിക്കുവാൻ സമയമില്ല. അവർ വേറൊരു ലോകത്താണ്. ഇവൻ എങ്ങനെ വളർന്നത്? ആ വളർച്ച ശരീരത്തിന്റെ വളർച്ച മാത്രമല്ല, അവന്റെ പൂർണ്ണ വ്യക്തിത്വം വളർന്നു. അവന്റെ പൂർണ്ണ വ്യക്തിത്വം വളർന്നു എന്നതും അവൻ ഇമോഷണൽ ഇൽനെസ് ഇല്ലായിരുന്നു എന്നതിന്റെയും തെളിവെന്താണ്? ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഓഫീസുകളിൽ ദൈവം അവനെ അപ്പോയിന്റ് ചെയ്തു. ശമൂവേൽ പ്രവാചകനായിരുന്നു, ശമൂവേൽ പുരോഹിതനായിരുന്നു, ശമൂവേൽ ന്യായാധിപന്മാരുടെ ഇടയിലെ ഏറ്റവും അവസാനത്തെ ന്യായാധിപനായിരുന്നു. 3 സ്വർഗീയ ഓഫീസുകളിൽ ഇമോഷണൽ ഇൽനെസ് ഉള്ള ഒരു വ്യക്തിയെ ദൈവമാക്കുമോ? നോ. ഇവനെങ്ങനെ വളരുന്നത്? നാം ഈ പറഞ്ഞ സാഹചര്യത്തിലാണെങ്കിൽ അപ്പന്റെ സ്നേഹം ലഭിച്ചിട്ടില്ല, അമ്മയുടെ സ്നേഹം ലഭിച്ചിട്ടില്ല, കൂട്ടുകാരുടെ സ്നേഹം ലഭിച്ചിട്ടില്ല, ആത്മീക നേതൃത്വത്തിന്റെ സ്നേഹം ലഭിച്ചിട്ടില്ല. ഇവനെങ്ങനെ വളർന്നത്? അതിന്റെ രഹസ്യം നിങ്ങൾക്ക് കാണണമെങ്കിൽ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, 3-ാമത്തെ അധ്യായത്തിൽ തന്നെ രാത്രിയിൽ ഒരാൾ വന്ന് ശമൂവേലിനെ കാണുമായിരുന്നു. 3-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം മുതൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 6-ാമത്തെ വാക്യം മുതൽ ശമൂവേലേ, യഹോവ പിന്നെയും ശമൂവേലേ എന്ന് വിളിച്ചു. 19-20 വാക്യങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ അവിടെ നിങ്ങൾക്കൊരു കാര്യം കൂടെ കാണുവാൻ കഴിയുന്നു. എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു, അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. ദാൻ മുതൽ ബർഷേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. 21-ാം വാക്യം ശ്രദ്ധിക്കുക. ഇങ്ങനെ യഹോവ ശീലോവിൽ വെച്ച് ശമൂവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും വീണ്ടും ശീലോവിൽ വെച്ച് പ്രത്യക്ഷനായി. നാം തെറ്റിദ്ധരിക്കുന്നത് ഒരു രാത്രിയിൽ മാത്രമേ യഹോവ പ്രത്യക്ഷനായുള്ളൂ എന്നാണ് നാം കരുതുന്നത്. പക്ഷേ ഇതൊരു ഡെയിലി പരിപാടിയായിരുന്നു. രാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ഒരാൾ വന്ന് ശമൂവേലിന്റെ വാതിക്കൽ മുട്ടും. ശമൂവേലേ, ശമൂവേലേ. ആരാ? വചനം. ആഹാ, വചനം. ആരാ വചനം? തിയോഫനി. പഴയ നിയമത്തിലെ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാ. രാത്രിയിൽ ഒരാൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാ. വചനം നടന്നു വരിക. വചനം. ശമൂവേലേ, ശമൂവേലേ. വചനത്തിനറിയാം ഇവൻ അപ്പനില്ലാത്ത മോന. അപ്പനുണ്ടെങ്കിൽ അപ്പൻ ഇല്ലാത്തതുപോലെ. അമ്മയുടെ സ്നേഹം ലഭിച്ചിട്ടില്ല. 5-ാം വയസ്സിൽ ഹോസ്റ്റലിൽ കിടക്കുക. വചനം വരികയാ. ആ രാത്രികളിൽ വന്നത് യേശുവാ. യേശു ആ മുറിയിലേക്ക് കടന്നു വരിക. ഇവിടെ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ ശ്രദ്ധിച്ചു വേണം. രാത്രിയിലെ വിളി, ആദ്യത്തെ വിളി, യഹോവ വന്ന് വിളിച്ചു, ശമൂവേലേ,
ചെറുക്കന് അന്നത്തെ ആത്മീക പരിചയം അനുസരിച്ച് ആ പയ്യൻ ഓടിപ്പോവുകയാണ്. ആത്മീക നേതൃത്വത്തിന്റെ